ഇന്നും നമ്മൾ പറയുന്നൊരു വാക്യമുണ്ട്, അവൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ കർത്താവ് എന്ത് ചെയ്യുന്നില്ല, ലജ്ജിക്കുന്നില്ല. പട്ടാത്ത സഭകളാകട്ടെ, പെന്തക്കോസ്ത് സഭകളാകട്ടെ, എന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയും, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ദൈവം അനുഗ്രഹിക്കുകയാണ്, അവരുടെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അവരുടെ പേര് പറഞ്ഞ് നാം ഇന്നും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു. എന്താ കാര്യം? ഒത്തിരി പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ കാണുന്നു, ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഭയങ്കര ഒരു വാഗ്ദത്തം അവന് കിട്ടി. ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നിൻ്റെ പേരിനെ ഞാൻ എന്താക്കാൻ പോകുക, വലുതാക്കാൻ പോകുക. ഒറ്റയടിക്കല്ല, അത് കഴിഞ്ഞിട്ട് അടുത്ത ലാസ്റ്റിലോട്ട് വരുമ്പം കാണുന്നുണ്ട്, മിസ്രൈമിൽ ഭയങ്കര ക്ഷാമം വന്നപ്പോൾ ഇവർ നേരെ ഫറവോൻ്റെ അടുക്ക പോയപ്പോൾ തൻ്റെ ഭാര്യ സുന്ദരി എന്ന് കണ്ടിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലുണ്ട്, ഭാര്യ എവിടെ പോകേണ്ടി വന്നു? അരമനയിൽ പോകേണ്ടി വന്നു. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാഭിമാനത്തിനേക്കുന്ന ഏറ്റവും വലിയൊരു തകർച്ചയുണ്ട്. ഒരു പുരുഷനെന്ന നിലയിൽ അവൻ തകരുക, സ്വന്തം ഭാര്യ മറ്റൊരിടത്ത് നിൽക്കുകയാണ്, ആ മനുഷ്യൻ പച്ചയ്ക്ക് പുറത്ത് നിൽക്കേണ്ടി വരുന്നു. അവിടെ ഉണ്ടാകുന്ന ഒരു തകർച്ചയുണ്ട്. അവൻ്റെ പുരുഷത്വത്തിൻ്റെ ആ ഹുങ്ക് മുഴുവൻ തകരുകയാണ്. എപ്പോഴും ദൈവം പണിയണമെങ്കിൽ ഒരു തകർച്ചയിലൂടെ കടത്തിവിട്ട് പണിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ, എന്താ കർത്താവെ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഒക്കെ ഇവിടെ കാണും. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിന്നോട് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അർത്ഥം. എൻ്റെ ഇഷ്ടം നിന്നിലൂടെ നടക്കണമെങ്കിൽ, നിൻ്റെ ഇഷ്ടങ്ങൾക്കല്ലാതെ എൻ്റെ ഇഷ്ടത്തിൽ നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മളെ തകർക്കേണ്ടതൊരു പ്രോസസ്സാണ്. ഈ പ്രളയകാലത്ത് പലരും കിടന്നതിനോട് പറഞ്ഞു, ഒരായുസ് കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ പോയിട്ട് തകർന്ന് നിൽക്കുമ്പോൾ എന്താ കർത്താവ് എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനും കർത്താവിനോട് ചോദിച്ചു, കർത്താവെ എന്താ ഇത്? കർത്താവ് എന്നോട് പറഞ്ഞൊരു ഉത്തരമുണ്ട്, തകർത്തിട്ട് പണിയുന്നൊരു ദൈവമുണ്ട്. തകർത്തിട്ട് നശിപ്പിക്കുന്നൊരു ദൈവമല്ല, തകർത്തിട്ട് പണിയുന്നൊരു ദൈവമുണ്ട്. എന്തിനാണെന്നറിയാമോ തകർത്തിട്ട് പണിയുന്നത്? നോക്കാം. അവിടെ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അവനെ തകർക്കുകയാണ്. അടുത്ത 14-ാം അധ്യായത്തിലൂടെ വരുമ്പം കാണുന്നു, 13-ാം അധ്യായത്തിൽ ഇവർ രണ്ടും കൂടെ പോയിട്ട് ഭയങ്കര കാശായി. കൂട്ടത്തിൽ ഒരാളുണ്ട്, ആരാ? ലോത്ത്. ഭയങ്കര കാശായി. അപ്പോൾ ലോത്ത് പറയുകയാണ്, നമ്മുടെ ഇടയന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നൊരു സമയത്ത് അബ്രഹാം ഒരു കാര്യം പറഞ്ഞു, വഴക്കുണ്ടാക്കണ്ട, പിരിഞ്ഞേക്കാം, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞപ്പം ലോത്ത് നീരോട്ടം ഉള്ളത് നോക്കി ഇടഞ്ഞെടുത്തു. അന്നത്തെ ഏറ്റവും വലിയ ജീവനമാർഗം ആടിനെ വളർത്തുകയാണ്. ആടിനെ വളർത്തണമെങ്കിൽ പച്ചപ്പുള്ള സ്ഥലം വേണം, വെള്ളമുള്ള സ്ഥലം വേണം. ഇതെല്ലാം ലോത്ത് കൊണ്ടുപോയി. കിട്ടിയതോ ഊഷരപരമായ ഒരു സ്ഥലം കിട്ടി. പക്ഷേ അവിടെയും അവൻ തകർന്നില്ല. ഒരു കാര്യം, അവൻ്റെ സമ്പത്തിനെ തകർക്കുകയാണ്. എവിടെയെല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു പണിയുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നു, മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു, പക്ഷേ നടന്നില്ല. 75-ാം വയസ്സിൽ അത് പറഞ്ഞെങ്കിലും നീണ്ട 100 വയസ്സ് വരെ നീണ്ടുകയാണ്. ഇതിനിടയ്ക്ക് ആഗാറിൽ ഒരു മകനെയൊക്കെ ലഭിക്കുന്നു. അവിടെയെല്ലാം തകർച്ചകളാണ്. മകനുണ്ടാകുന്നു, അതിലും തകർന്നൊരു നിമിഷമുണ്ട്. സ്വന്തം ഒരു മോഹനുണ്ടായപ്പോൾ അതേ ഭാര്യ തന്നോട് ആവശ്യപ്പെടുന്നു, ഈ മകനെ ഇവിടുന്ന് എന്ത് ചെയ്യണം? ഇറക്കി വിടണം. അപ്പൻ്റെ മനസ്സ് നോക്കണം, തകർന്നു കാണും. കാരണം എന്താ? തൻ്റെ ഇസ്മായിൽ തൻ്റെ മോനല്ലേ, മോനെ ഇറക്കി വിടേണ്ടി വരുമ്പോൾ വീട്ടുവഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നിസ്സഹായനായി പോയൊരു മനുഷ്യൻ, തൻ്റെ പിതൃത്വം അവിടെ തകരുകയാണ്. എവിടെയും തകർത്താലേ പണിയപ്പടികൾ നടത്തത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയാമോ അബ്രഹാമിനെ അങ്ങനെ തകർത്തത്? അബ്രഹാം പറയും, ഇവിടെ തകർക്കപ്പെട്ടത് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്കിടയായത് ഇവിടുത്തെ തകർച്ചകളാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഇസഹാക്ക്, യാക്കോബ്, ഇവിടെ എല്ലാ ജീവിതത്തിൽ നമുക്ക് ഈ തകർച്ചകളുടെ ഒരു പണി നടക്കുന്നത് കാണാം. യാക്കോബിനെ ദൈവം വിളിക്കുകയാണ്, ഭയങ്കര അനുഗ്രഹമൊക്കെ മേടിച്ചു. അപ്പൻ്റെ കയ്യിൽ നിന്നൊക്കെ ഈ അനുഗ്രഹമൊക്കെ തട്ടിപ്പറിച്ചിട്ട് യാക്കോബ് പോകുമ്പോൾ ഓടിപ്പോകുന്നുണ്ട്. ഭയങ്കര പുള്ളിയാണ് ഈ യാക്കോബ് ഇങ്ങനെ പോകുമ്പോൾ അവൻ ചെയ്യുന്ന ഒരു ഭയങ്കര നേർച്ചയൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് സൂത്രത്തിൽ അനുഗ്രഹമെല്ലാം മേടിച്ചിട്ട് ചേട്ടൻ വഴക്കുണ്ടാകുമെന്ന് നോക്കിയപ്പോൾ അവനൊരു കാര്യം പറഞ്ഞു, ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തേക്കാം. അമ്മയും പറഞ്ഞു കൊടുത്തു. അധികാലത്ത് എഴുന്നേറ്റിട്ട് അങ്ങ് അവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോയ വഴിക്ക് ഒരു സ്വപ്നമൊക്കെ കണ്ടു. ദൈവം ഇടപെടുകയാണ്. അങ്ങനെ അപ്പോഴും യാക്കോബിനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവം അവിടെ പണിതെടുക്കുകയാണ്. 28-ാം അധ്യായത്തിൽ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്. യാക്കോബിൻ്റെ ആ ഒരു സ്ട്രാറ്റജി കണ്ടോ? നീ എന്നെ അനുഗ്രഹിക്കണം. 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വാക്യങ്ങൾ, നീ എന്നെ അനുഗ്രഹിച്ചിട്ട് നേർച്ച നേരുകയാണ്. എന്നോട് കൂടെ ഇരിക്കണം, യാത്രയിൽ എന്നെ കാക്കണം, ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ
വസ്ത്രം നൽകണം, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് എന്നെ എന്ത് ചെയ്യണം, മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എൻ്റെ ആരായിരിക്കും? ദൈവമായിരിക്കും. ചെയ്തില്ലെങ്കിലോ ആയിരിക്കത്തില്ല. ഇതാണ് നമ്മൾ പലപ്പോഴും, ഇത്രയൊക്കെ എനിക്ക് തന്നാൽ എൻ്റെ കൂടെ ഇരിക്കണം, വസ്ത്രം തരണം, ഭക്ഷണം തരണം, പോകുന്ന വഴിക്ക് കാക്കണം, മടക്കി വരുത്തുകയും ചെയ്യണം, കാത്തോണം, എല്ലാത്തിനും എന്നെ സൂക്ഷിച്ചോണം. അങ്ങനെയാണെങ്കിൽ ചുമ്മാ വേണ്ട, നീ എനിക്കാരായിരിക്കും? ദൈവമായിരിക്കും. 2, ഞാനിവിടെ ഒരു ഹോളും പണിതേക്കാം, ഈ നിർത്തിയിരിക്കുന്നിടത്ത് ഞാൻ എന്ത് പണിയും? ആലയം പണിയും. പിന്നെ അതും കുറയ്ക്കണ്ട, കിട്ടുന്നതിൽ എന്ത് തന്നേക്കാം? ഒരു സാധാരണ മനുഷ്യൻ അത് പറയുകയാണ്, ഇത്രയൊക്കെ ചെയ്തേക്കായിരിക്കും. അങ്ങനെ യാക്കോബ് പോകുന്നു. ഈ യാക്കോബ് പോയിട്ടൊരു കാര്യമുണ്ട്, അവിടെ കിടന്ന് ലാബാൻ്റെ വീട്ടിൽ ചെല്ലുന്നു. 2 വർഷങ്ങളുടെ ഇടവേളകളിൽ ലേയും റാഹേലിനെയും വിവാഹം കഴിക്കുന്നു, മക്കളൊക്കെ ഉണ്ടാകുന്നു, വീണ്ടും ധനവാനാകുന്നു. ചെറിയൊരു പ്രശ്നം തുടങ്ങിയപ്പോൾ ഒരു രാത്രി അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? ഓടിപ്പോകുന്നു. യാക്കോബിന് ഭയങ്കര മിടുക്കനാണ്. ഏശാവിനെ കളിപ്പിച്ച് അന്ന് രാത്രിയിൽ എന്ത് ചെയ്തു? ഓടി. ഇവിടുന്ന് ഒരു രാത്രി ഓടി. എവിടുന്ന്? വീട്ടിൽ നിന്ന്, ലാബാൻ്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? ഓടി ചെന്നിട്ട് വീണ്ടും യാബോക്കിൻ്റെ കടൽ തീരത്ത് വന്നു. കാണുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും എവിടെ കയറ്റി നിർത്തി? അക്കരെ കയറ്റി. ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ വായിച്ചു വരുമ്പം കാണാം, ഏറ്റവും മുമ്പിൽ ദാസിമാരെയും അവരുടെ മക്കളെ എല്ലാം കൂടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് ആരെ നിർത്തി? ലേയെയും പിള്ളേരെയും കൂടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് റാഹേലിനെയും മക്കളെ എല്ലാം കൂടെ നിർത്തി. എന്നിട്ട് ഏറ്റവും ഓടിയിൽ ഇക്കരെ ആര് നിന്നു? യാക്കോബ് നിന്നു. എന്തിനായിരിക്കാൻ നിർത്തിയത്? ഒരു ഒരു കുബുത്തി അതിൻ്റെ പിന്നിൽ കാണത്തില്ലേ? ഏശാവ് വരുമ്പം കൊല്ലുവാണെങ്കിൽ ആരെ കൊല്ലട്ടെ? ദാസിദാസന്മാരെ കൊല്ലട്ടെ. അത് കഴിഞ്ഞ് കൊല്ലുവാണെങ്കിൽ ആരെ കൊല്ലണം? ലേയെ കൊല്ലണം. അത് കഴിഞ്ഞ് കൊല്ലുക. ആ സമയം കൊണ്ട് ചിലപ്പോൾ റാഹേൽ രക്ഷപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ റാഹേലൂടെ പോയാലും ഞാനും ഓടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അന്ന് രാത്രിയിലാണ് ദൈവം യാക്കോബുമായിട്ടൊരു മൽപ്പിടുത്തം പിടിച്ച രാത്രിയിലാണ് പേരൊക്കെ മാറുന്നത്. അങ്ങനെ പിടിച്ച് വന്നപ്പോൾ ഒടുവിൽ ദൂതൻ അവൻ തുടയുടെ തടം തൊട്ടു. എബ്രായ ലേഖനം അതിനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ വിശ്വാസവീരന്മാരുടെ പട്ടിക വരുമ്പോൾ കാണുന്നുണ്ട്. 21-ാം വാക്യത്തിൽ വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിൻ്റെ മക്കളെ ഇരുവരെയും എന്ത് ചെയ്തു? അനുഗ്രഹിക്കുകയും, അടുത്ത വാക്യം, തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് എന്ത് ചെയ്തു? നമസ്കരിച്ചു. തൻ്റെ കയ്യിൽ അന്ന് മുതൽ ഈ രാത്രി മുഴുവൻ മല്ല് പിടിച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ ഒരു സാധനം വന്നു. എന്താണെന്നറിയാമോ? വടിയ. പിന്നെ യാക്കോബ് ചെയ്തൊരു കാര്യമുണ്ട്, മുടന്തി ഏറ്റവും മുമ്പിൽ പോയി. കാരണം ഇനി പിന്നെ നിന്നിട്ടും കാര്യമില്ല, ഓടാനൊക്കത്തില്ല. ഓടിയാൽ ഏശാവ് എവിടെയെങ്കിലും ഇട്ട് പിടിക്കും. അതുകൊണ്ട് നടന്നു പോവുകയാണ്. അന്ന് മുതൽ അവൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. എന്താണ്? വടി. ഇന്നും യാക്കോബിനെ പറ്റി പറയുമ്പോൾ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, അവൻ്റെ അഹന്തയെ ദൈവം തകർത്തു. അവനും ഭയങ്കര അഹന്തയായിരുന്നു. ഏറ്റവും അവസാനം ഞാൻ എന്ത് ചെയ്യും? ഓടാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ ഇന്ന് അവന് ഓടാനൊക്കത്തില്ല. അവൻ്റെ ഓട്ടം എന്ന അഹന്തയെ കർത്താവ് ഒരു രാത്രി തകർത്തതുകൂടി അവൻ ചാരിക്കൊണ്ട് മക്കൾക്ക് അനുഗ്രഹം കൊടുത്തിട്ട് പറയുകയാണ്, ദൈവം നമ്മുടെ ദൈവമാണ്, ഈ ദൈവം നമ്മുടെ ദൈവമാണ്. എവിടെയൊക്കെയോ ദൈവം നമ്മളെ തകർത്ത് പണിയുമ്പോൾ അത് നന്മയ്ക്കാണെന്ന് കരുതാനായിട്ട് കഴിയണം. യാക്കോബിനെ ദൈവം തകർക്കുകയാണ്. കുറുക്ക് വഴികളില്ല. കുറുക്ക് വഴികളിലൂടെ ഒരിക്കലും ദൈവാനുഗ്രഹം ഉണ്ടാകത്തില്ല. ദൈവം അവനെ എന്ത് ചെയ്തു? തകർത്ത് പണിയുകയാണ്. 3-ാമത്തെ ഒരു വലിയ കഥാപാത്രം നോക്ക്, യോസഫ്. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ചിന്തിക്കുകയും കരയുകയും ചെയ്ത ഒരു ഭാഗമുണ്ട്. യോസഫ് ഉൽപ്പത്തി പുസ്തകം 37-ാമത് അധ്യായത്തിൽ യോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 2-ാമത്തെ വാക്യം, യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസഫിന് എത്ര വയസ്സായി? 17 വയസ്സ് പ്രായം. 17 വയസ്സ് പ്രായം. എല്ലാ മനുഷ്യരെ പോലെ യോസഫിനും സ്വപ്നങ്ങൾക്കെന്നും ഒരു നിറമുണ്ട്. അത് ചിലപ്പം വ്യത്യാസമായിരിക്കാം, എങ്കിലും എല്ലാ മനുഷ്യരും ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് യോസഫിന് 17 വയസ്സ് പ്രായമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനോട് അപ്പം പറയുകയാണ്, നീ പോയിട്ട് നിൻ്റെ ചേട്ടന്മാരെ തപ്പിപ്പോണം. അങ്ങനെ അവന് ശേക്കേമിലേക്ക് പോവുകയാണ്. അപ്പം പോകാൻ വേണ്ടി പറയുന്നു. പ്രായം എത്ര? 17 വയസ്സ്. ഇതിനിടയ്ക്കൊരു സംഭവമുണ്ട്. ഈ അപ്പന് ഈ മോനോട് ഭയങ്കര ഇഷ്ടമാകാനുള്ള കാരണമുണ്ട്. ഇവന് ഇളയ പുത്രനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. സുന്ദരനുമായിരുന്നു. അത് നമ്മൾ ഉൽപ്പത്തി 39, 40 വരുമ്പം കാണുന്നുണ്ട്. ഇവൻ ഭയങ്കര സുന്ദരനായിരുന്നു. അപ്പോൾ ഈ സുന്ദരനായ കൊച്ചനെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഇഷ്ടമായിരുന്ന കൊച്ചനെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ ഇറക്കി വിടണം. 17 വയസ്സ് പ്രായമായപ്പോൾ അവനെ ഇറക്കി വിട്ടു. എങ്ങോട്ടാ? ചേട്ടന്മാരെടുക്ക പോയിട്ട് ആട് മേയ്ക്കാൻ പറയുന്നു. അതിനെന്താ കാരണമുണ്ട്. അന്നത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് എന്ത്? ആട് മേയ്ക്ക്. ഇപ്പം 17 കഴിയുമ്പോൾ +2 കഴിഞ്ഞ് നേഴ്സിങ്ങിന് വിടുന്ന പോലെ, എൻജിനീയറിങ്ങിന് വിടുന്ന പോലെ, IT-ക്ക് വിടുന്ന പോലെ അന്ന് വിടുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സുണ്ട്. എന്താ വളർത്താൻ വിടും?
ആടിനെ വളർത്താം. 17 വരെ സുഖിച്ചൊക്കെ ഇങ്ങനെ നടന്ന് അമ്മയുടെ അടുത്തൊക്കെ നിന്നു. 17 കഴിഞ്ഞപ്പോൾ ആടിനെ വളർത്താൻ വിട്ടു. അങ്ങനെ ആടിനെ വളർത്താൻ വേണ്ടി പോകുകയാണ്. പക്ഷേ ഈ ചെറുക്കനൊരു കുഴപ്പം കണ്ടു. അവനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടത്? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ടതുകൂടി ഇവന് അവൻ്റെ കഷ്ടകാലം ആരംഭിക്കുക എന്ന് പറയാം. ദോതാനി ചെന്നപ്പം ചേട്ടന്മാർ അവരവിടെ ഇല്ല. അവസാനം ശേഖേമി വരുന്നു. ഒരു ഇടപെടലുണ്ടായി. ശേഖേമി എത്തിയപ്പോൾ ഇവൻ വരുന്ന കണ്ടപ്പോൾ ചേട്ടന്മാരെല്ലാം കൊണ്ടിരുന്ന് ആലോചിച്ചു. എന്താ ആലോചിച്ചെന്നറിയാമോ? താണ്ട് വരുന്നു, അവനെ നമുക്ക് എന്ത് ചെയ്തേക്കാം? കൊന്നേക്കാം. ഒരു കാര്യം ഓർത്തോണം, സ്വപ്നമുണ്ടോ ഗൂഢാലോചന വലുതായിരിക്കും. ആർക്കെല്ലാം സ്വപ്നമുണ്ടോ അവനെതിരെ എന്ത് നടത്തും? ഗൂഢാലോചന നടത്തും. എന്താ ഗൂഢാലോചന? കൊന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കൊന്നേക്കാമെന്ന് പറഞ്ഞെങ്കിലും അതൊരു വലിയ സംഭവമാണ്. അതിനകത്തുനിന്ന് ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. എന്തിനാണ്? സ്വപ്നമുണ്ട്, അവൻ കൊല്ലപ്പെടാൻ പാടില്ലാത്ത കൊണ്ട് എത്ര ഗൂഢാലോചന നടത്തിയാലും അതിനകത്ത് വാദിക്കാൻ വേണ്ടി ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കും. ഇതിനകത്തുനിന്ന് ഒരാൾ എഴുന്നേറ്റു. അവന് പറഞ്ഞു അവനെ നമുക്ക് എന്ത് ചെയ്യേണ്ട? കൊല്ലണ്ടെന്ന് പറഞ്ഞു. പിടിച്ച് എവിടെ ഇട്ടേക്കാം? പൊട്ടക്കണ്ടി ഇട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 17 വയസ്സുള്ളവനെ എവിടെ ഇട്ടു? പൊട്ടക്കണ്ടി ഇട്ടു. ഓർക്കണേ, വയസ്സ് എത്ര ഉണ്ട്? 17കാരനെ എവിടെ ഇട്ടു? പൊട്ടക്കണ്ടി ഇട്ടു. പൊട്ടക്കണ്ടി കിടക്കുമ്പോൾ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. അതുവഴി ആര് വന്നു? ഇസ്മായേലിയ കച്ചവടക്കാർ അന്നേരം അതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഗതി മാറിയനെ. പക്ഷേ ഈ ഇസ്മായിലെ കച്ചവടക്കാർ നേരത്തെ വന്നിരുന്നെങ്കിൽ യോസഫിനെ കാണത്തില്ലായിരുന്നു. ചേട്ടന്മാർ പോയി കഴിഞ്ഞാൽ കണ്ടിരുന്നെങ്കിൽ കാണത്തില്ലായിരുന്നു. ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. ഒരു സ്വപ്നമുണ്ടോ? ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുമ്പോൾ, തൻ്റെ വഴികൾ അയക്കുമ്പോൾ അവൻ നേരത്തെ ആകത്തില്ല, താമസിച്ചും വരത്തില്ല. കറക്റ്റ് സമയത്ത് ഇടപെടുന്ന, അയക്കപ്പെടുന്ന ഒരു സഹായമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ദൈവത്തിൻ്റെ സഹായം കറക്റ്റ് സമയം. ആ സമയത്ത് ഒരു ദൂതൻ ഇസ്മായിലെ കച്ചവടക്കാർ അതുവഴി വരുന്നു. അവർക്ക് ഇവനെ വിറ്റു. നോക്കണേ, ഈ സ്വപ്നക്കാരനെ ഇപ്പോൾ എന്ത് ചെയ്തു? വിറ്റു. പക്ഷേ അവരിവനെ കൊണ്ടുവന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവനെ വിലയ്ക്ക് വാങ്ങി. ആര് വാങ്ങി? പൊത്തിപ്പറിൻ്റെ വീട്ടിലാക്കി. അവനവിടെ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. എന്നാൽ വിലയ്ക്ക് വാങ്ങി വീട്ടിൽ പാർക്ക് ചെയ്യാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ യജമാൻ ഇവനോട് ഇഷ്ടം തോന്നി. പക്ഷേ ആദ്യമൊന്നും അവനെ വലിയതായിട്ട് കാണണമെന്നില്ല. പക്ഷേ പിന്നെ പറഞ്ഞപ്പോൾ ഇവൻ പറയുന്നതെല്ലാം സാധിക്കുന്നത് കണ്ടപ്പോഴാണ് ഇഷ്ടം തോന്നുന്നത്. ആദ്യത്തെ ജോലി എന്തായിരിക്കും? അടിമയെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അടിമപ്പണി ചെയ്യിക്കുക. 17കാരൻ ചെറുക്കൻ ഇപ്പോൾ അടുക്കളയിൽ എന്ത് ചെയ്യുകയാണ്? അവൻ തേച്ച് മഴക്കുകയാണ്. കൊച്ചമ്മ പറയുന്നതെല്ലാം ചെയ്യേണ്ടത്, തുണി അലക്കേണ്ടത്, പാത്രം കഴുകേണ്ടത്, അടുക്കള തുടയ്ക്കേണ്ട ഒരു ജോലി. ഭയങ്കര സ്വപ്നത്തിൽ നിന്ന് നേരെ പോയത് എങ്ങോട്ടോ? പൊട്ടക്കണ്ടിയിൽ നിന്ന് എങ്ങോട്ട് പോയി? പൊത്തിപ്പറിൻ്റെ അടുക്കളയിൽ പോയി ജോലി ചെയ്യുകയാണേ. ഭയങ്കര കഷ്ടപ്പെടൽ. നോക്കണം, ഒരു 17കാരൻ നിന്ന് എല്ലാവരും ബൈക്കിൽ കയറി കറങ്ങുമ്പോൾ, എല്ലാവരും പെപ്സിയും പപ്സും കുടിക്കുമ്പോൾ ഒരുത്തൻ എവിടെ നിൽക്കുക? അടുക്കള നിൽക്കുകയാണ്. 17 വയസ്സ്, അടുക്കളക്കാരൻ. 17കാരൻ്റെ സാധാരണ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ. അവൻ ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്ന ഒരു പ്രായം. പക്ഷേ ഇവന് ചോദിക്കാൻ ആരുമില്ല, നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പം കണ്ടോ, പൊത്തിപ്പറിൻ്റെ ഇവൻ മനോഹര രൂപിയായിരുന്നു. അതുകൊണ്ട് ചെറിയ ഒരു പ്രയാസം. പൊത്തിപ്പറിൻ്റെ ഭാര്യയുടെ കണ്ണീർ പതിച്ചു എന്നൊരു വാക്യമുണ്ട് 39 അധ്യായം. പക്ഷേ അവൻ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നിൻ്റെ യജമാനൻ എന്നെ എല്ലാത്തിനും അധിപതിനാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ വിശ്വസ്തനായിരിക്കണം. സ്വപ്നക്കാരൻ എന്ത് തെളിയിച്ചെന്നറിയാമോ? വിശ്വസ്തത തെളിയിച്ചു. എന്നും ജീവിതത്തിൽ തെളിയിക്കപ്പെടേണ്ട ഒന്നുണ്ട്. എന്ത് തെളിയിക്കണം? വിശ്വസ്തത. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഭയങ്കര ഒരു കാര്യമാണ് വിശ്വസ്തത എന്താണെന്ന് ഞാൻ വിശ്വസ്തതയെക്കുറിച്ച് പ്രസംഗിച്ചു. പക്ഷേ എൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള എൻ്റെ ധാരണകളെ തിരുത്തിയ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു. ആ പ്രഭാഷണം ഞാൻ കേട്ടത് ഒരു പെന്തക്കോസ്ത് ദേവാലയത്തിൽ നിന്നോ ഒരു യാക്കോബായ പള്ളിയിൽ നിന്നോ അല്ല. ഞാൻ കേട്ടത് ഒരു ഇസ്ലാം മൗലവിയുടെ മതപ്രഭാഷണത്തിൽ നിന്നാണ്. അന്ത്യവിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു മതപ്രഭാഷണത്തിലൊരു ഒരു ഇസ്ലാം മതപ്രഭാഷകൻ പറഞ്ഞ ഒരു സംഭവം കണ്ണു തുറപ്പിച്ചു, പേടി തോന്നി. അദ്ദേഹം അന്ത്യവിധിയെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഒരു മനുഷ്യനെ തോട്ടം കാപ്പാൻ വേണ്ടി ഏൽപ്പിച്ചു, കാര്യവിചാരകനാക്കി. എന്നിട്ട് ഒരു മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചു. ഇയാളെല്ലാം നോക്കി നടത്തും. വർഷങ്ങൾ കഴിഞ്ഞു. തോട്ടം മുതലാളി അവിടെ ഇല്ല, അയാൾ ദൂരെയാണ്. അവസാനം ഈ തോട്ടം മുതലാളി വന്നപ്പം അയാൾ തൻ്റെ മുന്തിരിത്തോട്ടം കൺകുളിർക്ക കണ്ടു. മനോഹരമായ തോട്ടം അപ്രീഷിയേറ്റ് ചെയ്തു. ഇത്രയും നന്നായിട്ട് തോട്ടം സൂക്ഷിച്ചില്ലേ? എന്നിട്ട് കാറ്റൊക്കെ കൊള്ളാൻ ഒരു കസേരയൊക്കെ ഇട്ട് തോട്ടത്തിൻ്റെ മുമ്പിൽ ഇരുന്നു. എന്നിട്ട് ഈ കാര്യസ്ഥനോട് പറഞ്ഞു, നീ പോയിട്ട് ഒരു മുന്തിരിക്കൊല പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവൻ ഓടിപ്പോയിട്ട് ഒരു മുന്തിരിക്കൊല പറിച്ചുകൊണ്ട് വന്നു. ഈ മുതലാളി ഇതൊന്ന് രുചിച്ച് നോക്കിയപ്പോൾ ഒരെണ്ണം അടത്തി വായിലോട്ട് വെച്ചപ്പോൾ വല്ലാത്ത ഒരു പുളിപ്പ്. ഇയാൾ തുപ്പി ഭയങ്കര കലി തോന്നി. ഈ കാര്യസ്ഥനിട്ട അടി കൊടുത്തു, നല്ല അടി.
യജമാൻ്റെ കോപം അടങ്ങാൻ കാത്തു നിന്നു. യജമാനൻ കോപിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ എൻ്റെ മുന്തിരിത്തോട്ടം നോക്കിയിട്ട് പുളിച്ചതേതാ, മധുരിക്കുക എന്ന് അറിയാൻ പോലും കഴിയാത്തവൻ, എന്തൊരു വിഡ്ഢി എന്നൊക്കെ ചോദിച്ച് അസഭ്യം പുലമ്പുക. യജമാൻ്റെ കോപം ശമിച്ചപ്പോൾ ഈ കാര്യസ്ഥം പറഞ്ഞെന്ന് അങ്ങറിയണം, അങ്ങനെ ഈ തോട്ടം നോക്കാൻ ഏൽപ്പിച്ചു. വിശ്വസ്തയോടെ ഞാനത് ചെയ്തു. മധുരിക്കുന്നത് ഏതാ പുളിക്കുന്നത് ഏതെന്നറിയാൻ എനിക്ക് കഴിയില്ല, കാരണം ഇന്ന് വരെ ഒരു മുന്തിരി ഞാൻ രുചിച്ച് നോക്കിയിട്ടില്ലെന്ന്. അതാണ് വിശ്വസ്തതയ്ക്ക് പര്യായമായി ഒരു മൗലവി പറഞ്ഞത്. ഒരു കാര്യം, വിശ്വസ്തത തെളിയിക്കപ്പെടണം. എവിടെ പോയാലും എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. രണ്ടാമത് അവൻ തെളിയിച്ചൊരു കാര്യമുണ്ട്, അവൻ്റെ വിശുദ്ധി തെളിയിച്ചു. സാഹചര്യത്തിൽ വീണുപോകാതെ വിശുദ്ധി തെളിയിച്ചു. ഇത് രണ്ടും തെളിയിച്ചിട്ടും അവിടേക്കെതിരെ അപവാദം പറയുന്നു. നേരെ പോയി എങ്ങോട്ട് കൊണ്ടുപോയെന്നറിയാമോ? പിടിച്ചു കൊണ്ടുപോയി എവിടെ കൊണ്ടിട്ടു? കാരാഗ്രഹത്തിലിട്ടു. വർഷങ്ങൾ കടന്നുപോയി. വർഷങ്ങളുടെ ഇടവേളകളിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ ഞാനൊരു കാര്യം കണ്ടു. അതിൻ്റെ 46 വാക്യം, യോസഫ് മിസ്രൈം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവൻ എത്ര വയസ്സായിരുന്നു? 30 വയസ്സായിരുന്നു. ഭയങ്കര പ്രായം, 30 വയസ്സ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ ഈ സംഭവം തുടങ്ങുമ്പോൾ യോസഫിന് എത്ര വയസ്സ്? 17 വയസ്സ്. 30 - 17 എത്ര വർഷം? 13 അല്ലേ? 17 + 13 = 30. അപ്പം 13 വർഷങ്ങൾ ഈ കൊച്ചൻ എവിടെ ആയിരുന്നു? 13 വർഷങ്ങളിൽ കുറച്ച് സമയം പൊട്ടക്കണച്ചി, കുറേയേറെ സമയം പൊത്തിഫറിൻ്റെ അടുക്കളയിലെ തോട്ടക്കാരൻ. ഇടയ്ക്കൊരു ശകലം സമയം നല്ല ജോലിയൊക്കെ ചെയ്ത് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ സുഖമായിട്ട് കഴിഞ്ഞു. പക്ഷേ അവിടുന്ന് നേരെ പോയത് എങ്ങോട്ടാ? കാരാഗ്രഹത്തിലോട്ടാ. അവിടുന്നാണ് സ്വപ്നം തെളിയിക്കപ്പെടുകയും മിസ്രൈമിൻ്റെ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഫറവോ അവനെ സകലത്തിനും അധിപതിയൊക്കെ ആക്കി വെക്കുന്നു. ദൂത് പറഞ്ഞു, 7 വർഷം എന്തോ വരാൻ പോവുകയാണ്, ക്ഷാമം വരുന്നു, അത് കഴിഞ്ഞ് അനുഗ്രഹം വരുന്നു, അത് കഴിഞ്ഞ് 7 വർഷം എന്ത് വരും? ക്ഷാമം പറയും. ക്ഷാമത്തിന് വേണ്ടി കരുതാൻ പഠിപ്പിച്ചു, ശേഖരിച്ച് വെക്കണം. അപ്പം ഫറവോ പറഞ്ഞു, നീ തന്നെ ആയിക്കോട്ടെ, അതല്ല, അവനെ അതിൻ്റെ എല്ലാം ഏൽപ്പിച്ചു. അങ്ങനെ ഫറവോ ഇതെല്ലാം കൈകാര്യം യോസഫ് പണ്ടികശാലകളെല്ലാം പണിതിട്ട് അതിനകത്തേക്ക് ധാന്യമെല്ലാം നിറച്ചു. ധാന്യമെല്ലാം നിറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷാമം വന്നു. റിയൽ ക്ഷാമം വന്നു. യഥാർത്ഥ ക്ഷാമം വന്നപ്പോൾ ഇസ്രായേലിലും അതെല്ലാം ഉണ്ടായപ്പോൾ തന്നെ ചതിച്ച, തന്നെ പൊട്ടക്കണ്ടിയിട്ട സഹോദരന്മാരുൾപ്പെടെ വന്നു നിൽക്കുകയാണ്. അങ്ങനെ ആ ഭാഗം വായിച്ചു വരുമ്പോൾ എന്നെ ആവേശം കൊള്ളിച്ചൊരു വാക്യമുണ്ട്. യോസഫ് പണ്ടികശാലകൾ എന്ത് ചെയ്തു? തുറന്നു. താനെ തുറന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. സഹോദരന്മാർ വന്നപ്പോഴും യോസഫ് ഭക്ഷണം കൊടുത്തു. എനിക്ക് യോസഫിനോട് ഭയങ്കര ദേഷ്യവും ചിലപ്പോൾ സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ യോസഫിനോട് ചോദിച്ചു, യോസഫെ, ഇത്രയും നിന്നെ ദൂഷിച്ചിട്ട് ഇത്രയും പേര് നിന്നെ തകർത്തിട്ട് അവർ വന്നപ്പം നിനക്ക് എങ്ങനെ ഇത്രയും ചോറും ഭക്ഷണവും അരിയും ഒക്കെ കൊടുത്താനൊത്തത്? നിനക്ക് എങ്ങനെ ഇങ്ങനെ വരുന്നവർക്കെല്ലാം കൊടുക്കാനൊത്തത്? യോസഫ് എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അറിയാമോ, ഒരു 17കാരൻ്റെ ഏറ്റവും നല്ല വിശക്കുന്ന ഒരു പ്രായത്തിലുണ്ടല്ലോ ഞാൻ കിടന്നത് പൊട്ടക്കിണറ്റിലാണ്. അവിടെ കിടന്നുകൊണ്ട് ഇറ്റു വെള്ളത്തിന് ഞാൻ ദാഹിച്ചത് കൊണ്ട് ദാഹത്തിൻ്റെ വില ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് അടുക്കള നിന്നപ്പോൾ കൊച്ചമ്മ എന്തുണ്ടാക്കും? കരിമീൻ വറക്കുമായിരിക്കും, കട്ട്ലേറ്റ് പൊരിപ്പിക്കും, മീൻ കറി വെക്കും, ഫിഷ് മോളി വെക്കും. എന്നിട്ടോ ഈ തള്ള ഇതെല്ലാം എടുത്തുകൊണ്ട് അങ്ങ് പോകും. എനിക്കൊന്നും കിട്ടത്തില്ല. മണ്ണമടിച്ച് നിന്നപ്പോൾ ഒരു കൊതിയുടെ വില ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ഉടുപ്പിട്ടുകൊണ്ട് ഞാൻ കാരാഗ്രഹത്തിൽ പോയി. എവിടെ? ജയിലിൽ. ഇന്ന് കാരാഗ്രഹമൊക്കെ നല്ല നിലയില്ല, നല്ല മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അവിടെ പോകുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പണ്ട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ കൊന്നിട്ട് ഞാൻ എവിടെ പോവും? ജയിലിൽ ഉണ്ട നിന്നാലും വേണ്ടില്ലടാ, ഞാൻ ജയിലിൽ പോക്കോളാം. അന്ന് അവിടെ കൊഴുക്കട്ടയും ഗോതമ്പുണ്ടൊക്കെ ആയിരുന്നു. ഇന്നതൊന്നുമല്ല, നല്ല ഭക്ഷണമൊക്കെ കിട്ടും. പക്ഷെ പണ്ടങ്ങനെ ഭക്ഷണം കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. അവന് പേരില്ല. അവന് തടവുകാരന് നമ്പറാണ്, ഒരേ ഡ്രസ്സാണ്. നമ്പർ വിളിക്കുമ്പം ചെല്ലണം. അവന് വലിയ പേരില്ല. ചിലപ്പോൾ നല്ല അടി കിട്ടും, വയറ് നിറച്ച് ഭക്ഷണം കിട്ടത്തില്ല. പക്ഷേ ഈ കാരാഗ്രഹത്തിൽ കൂടെ ജയിലിൽ കൂടെ ഒക്കെ നടന്ന് ഈ അടുക്കളയിൽ കൂടെ ഒക്കെ നടന്നു പോയപ്പോൾ വിശപ്പിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞതുകൊണ്ട് കൊതവ് കഴിഞ്ഞിട്ട് ഇവനെ കൊട്ടാരത്തിൽ എത്തിച്ചപ്പോൾ പട്ടിണി കിടക്കുന്നവൻ അവൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇവനെ കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല. എന്താ കാര്യം? നീണ്ട 13 വർഷങ്ങളിൽ അവനെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്, അവൻ അറിഞ്ഞ ചിലതുണ്ട്. പട്ടിണിക്കാരൻ അവൻ്റെ മുമ്പിൽ വരുമ്പോൾ, വിശന്നവൻ അവൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ പണ്ടികശാല തുറന്നിട്ട് ആരും പറയാതെ എടുത്തു കൊടുക്കുക. യോസഫെ, നിനക്ക് എങ്ങനെ ഇത്ര ഗ്രേഷ്യസ് ആകാൻ തുടങ്ങുന്നത്? അവൻ പറയും, വിശന്നവനെ അറിയുക.
തകർന്നവനെ അറിയാം. എനിക്കിന്ന് നൊമ്പരം അറിയാവുന്നത് കൊണ്ട് നൊമ്പരപ്പെട്ടവൻ എൻ്റെ മുമ്പിൽ വന്ന എനിക്ക് അനങ്ങാതിരിക്കാൻ കഴിയില്ല. എന്തിനായിരിക്കാം ഈ തകർച്ചകൾ? അനേക തകർന്നവരെ പണിയാൻ കർത്താവ് നിന്നെ ചിലതിലൂടെ കടത്തി വിടുമ്പോൾ അതിനകത്തൊരു ദൈവിക ഉദ്ദേശത്തെ കണ്ടെത്താൻ കഴിയണം. എന്നെ തകർത്ത് കളയാൻ അവനിഷ്ടം തോന്നി. എന്തിനാ? എൻ്റെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കേണ്ടതിന്, എൻ്റെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കേണ്ടതിന് അവൻ എന്നെ തകർത്ത് കളയുക. ഇന്നിപ്പോൾ രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ ചില ചോദ്യങ്ങളുടെ ഉത്തരമാണ് കർത്താവ് തരുന്നത്. എന്തിനാ കർത്താവെ ഇത്രമാത്രം കഷ്ടത? എന്തിനാ കർത്താവെ ഇത്രമാത്രം വേദന? ആർക്കുമില്ലാത്തതൊക്കെ എന്തിനാ എനിക്കുണ്ടാകുന്നത്? കർത്താവിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് അനുഗ്രഹം കൊടുത്താൽ അവർ അവൻ്റെ ഇഷ്ടത്തിൽ നടക്കത്തില്ല, അവൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കും. എന്നാൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് തകർത്തു പണിയുന്ന ദൈവ പദ്ധതികൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. എന്താ കാര്യം? അവനെ തകർത്ത് കളയാൻ അവൻ എന്ത് തോന്നി? ഇഷ്ടം തോന്നി. അവൻ എന്ത് വരുത്തി? കഷ്ടം വരുത്തി. മുമ്പോട്ട് പോകട്ടെ. ഒത്തിരി പേരെ പറയണമെന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി. ഞാൻ ദാവീദിലെത്തിയപ്പം കണ്ടു അവനെ വിളിച്ചിട്ട് അഭിഷേകം ചെയ്യുക. ശൗലിന് അഭിഷേകം നഷ്ടപ്പെടുന്ന ചില നിമിഷങ്ങളിൽ ദാവീദിലേക്ക് അത് കൈമാറി. അങ്ങനെ രാജാവാകാനുള്ള അഭിഷേകത്തിൻ്റെ ഒരു തൈലം അവൻ്റെ മേൽ ഒഴിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. എന്ന് അഭിഷേക തൈലം വീണോ അന്ന് മുതൽ അവൻ്റെ കഷ്ടകാലം ആരംഭിക്കുക. ഫെലിസ്ത്യ അവനെ കൊല്ലുന്നു. ഫലസ്തീനെയൊക്കെ ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളൊരു പാട്ട് പാടി. ശൗല് 1000 കൊന്നു. ദാവീദ് എന്ത് ചെയ്തു? 10,000. സത്യത്തിൽ ഈ 1000-ഉം 10,000 തമ്മിൽ എന്തിൻ്റെ വ്യത്യാസമുണ്ട്? ഒരു പൂജ്യത്തിൻ്റെ വ്യത്യാസമുള്ളൂ. മനുഷ്യൻ എപ്പോഴും അസൂയപ്പെടുന്ന എല്ലാം എന്തിൻ്റെ പേരില്ല? പൂജ്യത്തിൻ്റെ പുറകെ പോയാണ് ശൗലിന് ഇതെല്ലാം നഷ്ടപ്പെട്ട് ഈ കഷ്ടം പിടിച്ച് ഇയാൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടാൻ കാര്യം എന്താ? പൂജ്യം. ആ 10,000-ൽ ആ പൂജ്യം മാറ്റിയാൽ എന്തായി? 1000 പൂജ്യത്തിന് വല്ല വിലയുണ്ടോ? ഇല്ല. പൂജ്യം ഇപ്പുറത്തിട്ട വിലയുണ്ടോ? ഇല്ല. ഒരു പൂജ്യം അവൻ്റെ സകല വിലയും കെടുത്തി. പക്ഷേ ശൗല് ഈ ദാവീദിനെ ഓടിക്കാൻ തുടങ്ങി. കൊച്ചന അഭിഷേകം വീണപ്പം മുതൽ ഓടുകയാണ്. ഓടിയത് എവിടെ? കാട്ടിലൂടെ ഇങ്ങനെ ഓടി. കാട്ടിലൂടെ ഓടിയപ്പോൾ ഇവനൊരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? അവൻ കണ്ടൊരു കാഴ്ചയുണ്ട്. കാട്ടിലെ ബാലസിം രാജാവിൻ്റെ മക്കൾ ഇര കിട്ടാതെ വിശന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവൻ അവിടെ വെച്ചൊരു കാര്യം അറിഞ്ഞു. ഈ ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടിയില്ലെങ്കിലും നീതിമാനെ കാട്ടിലും തുണയരുളുന്ന ഒരു ദൈവത്തെ അവൻ കണ്ടെത്തി. അവൻ അറിഞ്ഞു. ആരെ അറിഞ്ഞു? ദൈവത്തെ അറിഞ്ഞു. അങ്ങനെ ഓടി നടന്നു. ഇടയ്ക്ക് ഗതികെട്ടി മനുഷ്യൻ ശൗലിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ പുറകെ നീ എന്തിനാ നടക്കുന്നത്? ഞാൻ ആരാ? എന്നെപ്പോലെ ഒരാളുടെ പുറകെ നടക്കാൻ നിനക്ക് ലജ്ജയില്ലേ എന്ന് വരെ ചോദിച്ചിട്ടും മറ്റൊരവസരവും അഭിഷക്തനെ കൊല്ലാൻ കിട്ടിയിട്ട് അവൻ ചെയ്തില്ല. അവനിങ്ങനെ നടക്കുകയാണ്. തകർന്ന് അവസാനം കൊട്ടാരത്തിലെത്തുകയാണ്. കൊട്ടാരത്തിലെത്തുമ്പം ശൗല് മരിച്ചു എന്നുള്ള വാർത്തയ്ക്ക് പോലും അവനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലൊക്കെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഞാനൊരു കാഴ്ച കണ്ടു. കാഴ്ച ഇതാണ്. അവന് കൊട്ടാരത്തിൽ എത്തിയപ്പം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മെഫീബോശത്തിൻ്റെ നിമിത്തം എനിക്ക് ദയ കാണിപ്പാൻ, യോനാഥാൻ്റെ നിമിത്തം ദയ കാണിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടപ്പോൾ അവർ പറഞ്ഞു ആരില്ല. പിന്നെ തപ്പിയെടുത്തിട്ട് പറഞ്ഞു ഒരുത്തം മാത്രം അവശേഷിച്ചിട്ടുണ്ട്. ആരാ? 2 കാലും മുടന്തനായിട്ട് ഒരു മനുഷ്യൻ. ആരാ? മെഫീബോശത്തുണ്ടെന്ന് പറഞ്ഞു. കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവന്നിട്ട് അവൻ അന്യാധീനപ്പെട്ട് പോയ വസ്തുവൊക്കെ തിരികെ കൊടുക്കുന്നു. ഭയങ്കര നീതിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ഇവൻ എൻ്റെ കൊട്ടാരത്തിൽ എൻ്റെ മേശയിരുന്നു കൊണ്ട് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടാരത്തിൽ ഇരുത്തി അവന് ഭക്ഷണം കൊടുക്കുകയാണ്. ഈ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ മേശ ഇരുന്നു കൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുന്നു. ആരാ? 2 കാലം മുടന്തനായിട്ട് ഒരാൾ. ഈ കൊട്ടാരത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ ഒക്കെ ഒരു സവിശേഷത പഠിക്കുമ്പോൾ ദുശകനങ്ങളൊക്കെ ഉണ്ട്. ഈ മുടന്തരായിട്ടുള്ളവരെ ഇങ്ങനെ കുറേ പേരെയൊക്കെ പലയിടത്തുനിന്നും മാറ്റി നിർത്തുന്ന ഒരു പ്രവണതകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൊട്ടാരത്തിൻ്റെ മേശ എന്നൊക്കെ പറയുന്നതിനെ ചെറുതായിട്ട് കാണരുത്. അവിടുത്തെ രാജാവ്, ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, അവരോടൊപ്പം അത്താഴ വിരുന്ന് കഴിക്കുന്ന ആരായിരിക്കും? അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ അത്താഴത്തിന് ക്ഷണിക്കുന്നു. വലിയ നയതന്ത്ര പ്രതിനിധികൾ വരുമ്പോൾ, കരാറിൽ ഒപ്പിടാനൊക്കെ വരുമ്പോൾ അവരുമായിട്ട് അത്താഴ വിരുന്ന് നടത്തുന്നു. അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. രാജാവിനോടൊപ്പം മേശ കഴിക്കുക, പങ്കുവയ്ക്കപ്പെടും. മേശ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അല്ല, വലിയ കാര്യമാണ്. അപ്പം അവിടെ ചെറിയ ഒരു വിഷയമല്ല, വലിയൊരു കാര്യമാണ്. ഇങ്ങനെ ദാവീദ് കൊട്ടാരത്തിൽ തണ്ട് അയൽ രാജ്യത്തിലെ രാജാക്കന്മാർ വരും. അവിടുത്തെ വലിയ ബിസിനസ് മേധാവികൾ വരും. ചരിത്രപ്രധാനമായ നയതന്ത്ര ചർച്ചകളൊക്കെ നടക്കും. ഈ ചർച്ചകളൊക്കെ നടക്കാൻ
നടക്കാൻ വേദിയാകുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെ? കൊട്ടാരത്തിലെ തീന്മേശ. ഇവിടെ വരുമ്പം താണ്ടൊരുത്തൻ ഇങ്ങനെ ഇരിപ്പുണ്ട്, രണ്ട് കാലും മുടന്തനായി ഒരുത്തൻ. ഞാൻ ചിലപ്പം ചിന്തിച്ചിട്ടുണ്ട്, ഇവൻ ഈ കൊട്ടാരത്തിന് ഭയങ്കര എറ്റിക്കേറ്റാണ്. ഭക്ഷണശൈലിയൊക്കെ വളരെ ശബ്ദം കേൾപ്പിക്കാതെ, നമ്മൾ കഴിക്കുമ്പം ശബ്ദം കേൾപ്പിക്കും, പക്ഷേ കൊട്ടാരത്തിൽ ചെന്നാൽ ശബ്ദം കേൾപ്പിക്കാനൊക്കത്തില്ല. സ്പൂൺ ഇട്ടിടി ഭയങ്കര മാനേഴ്സൊക്കെ ഉണ്ട്. ഒരു മാനേഴ്സും ഇല്ലാതെ ഒരുത്തനിരുന്ന് കഴിക്കുക. എല്ലാവരും പറഞ്ഞു കാണും, ഇവനെ ഇവിടുന്ന് അങ്ങ് മാറ്റാമോ, വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ദാവീദ് പറയും, മാറ്റരുതവനെ, അവനവിടെ ഇരുന്നോണം. എന്താ കാര്യം? ഞാൻ കാട്ടിലൂടെ നടന്നപ്പോൾ ഒരു കാര്യം പഠിച്ചു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥകാലത്തെ യഹോവ അവനെ വിടുവിക്കും. എന്നെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. വിശന്ന് നടന്നെന്ന് ഞാൻ വിശപ്പിൻ്റെ വില അറിഞ്ഞതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ മോൻ ഞാൻ കഴിച്ചാൽ അവൻ കഴിച്ചിരിക്കണം, എനിക്ക് നിർബന്ധമാണ്. എന്താ ദാവീദേ നിന്നെ ഇത്ര മാറ്റിയത്? അവൻ പറയും, അഭിഷേകത്തിന് കൊട്ടാരത്തിനുമിടയ്ക്ക് ഒരു കാട്ടിലൂടെ അലയേണ്ടി വന്നപ്പോൾ എന്നെ മാറ്റിമറിച്ച ഒത്തിരി സംഭവങ്ങളുണ്ട്. അവനെ തകർത്ത് കളയാൻ അവൻ ഇഷ്ടം തോന്നി. വലിയൊരു ഇഷ്ടം ഞാൻ കണ്ടു, വലിയൊരു അത്ഭുതം. എന്താണ്? പെട്ടകമൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു മനുഷ്യൻ മുമ്പിൽ പഞ്ഞിനൂലങ്കി അണച്ചിട്ട് ഒറ്റ ചാട്ടം. ആരാ ചാടിയത്? ദാവീദ് ഒറ്റ ചാട്ടം കുതിച്ച് ചാടി. അപ്പോൾ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല. ആരാ? മീകള് പറഞ്ഞ്, എന്തായി കാണിക്കുന്നത്? രാജാക്കന്മാരിങ്ങനെ ചെയ്യാൻ പാടില്ല. അതാ എൻ്റെ സത്യം. രാജാക്കന്മാരങ്ങനെ ചെയ്യരുത്. പ്രോട്ടോക്കോളുണ്ട്, ഭയങ്കര പ്രോട്ടോക്കോളാണ് ഈ രാജാക്കന്മാർക്കൊക്കെ. കാരണം നമുക്കിപ്പം ഇവിടുത്തെ ഒരു ഗാനമേള നടത്താൻ വേണ്ടി ഞാൻ പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മുഖ്യമന്ത്രിയോ അങ്ങനെയുള്ളവരെ വിളിച്ചൊന്ന് വെക്കുക, അവരെ വിളിക്കുന്നു വെക്കുക. ഗാനമേള അങ്ങോട്ട് നിന്നിട്ട് ഒരു പാട്ട് അങ്ങോട്ട് പാടുമ്പോൾ ചടുലമായ താള നൃത്തങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം ഗാനമേള പിള്ളേരെല്ലാം കൂടെ ഇറങ്ങി പിന്നെ അങ്ങ് തുള്ളലും ചാട്ടവും ഭയങ്കര ബഹളമായിരിക്കുമല്ലോ. പക്ഷേ അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ഇതിനിടയ്ക്ക് നിന്ന് തുള്ളുവോ? തുള്ളത്തില്ല. എന്താ കാര്യം? പ്രോട്ടോക്കോളാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്ഥാനത്തിന് അതിന് വിലയുണ്ട്. രാജാവാണെങ്കിൽ വളരെ ശാന്ത ഗംഭീരനായിട്ടൊക്കെ ഇരിക്കണം. വായിത്തൊന്നും പറയാൻ പാടില്ല. ചേഷ്ടകളൊക്കെ വളരെ സൂക്ഷിക്കണം. കാരണം ഒരു വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ്, വളരെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെ ചെയ്യാനൊക്കത്തുള്ളൂ. പക്ഷേ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, ഒരു മനുഷ്യൻ ഒരു രാജാവായിട്ടും പെട്ടകത്തിൻ്റെ മുമ്പിൽ കുതിച്ചു ചാടുകയാണ്. അവനോട് ചോദിച്ച അവൻ പറയും, ഞാൻ രാജാവാകുന്നതിന് മുമ്പ് കാട്ടിലൂടെ നടത്തി എന്നെ ഇവിടെ കൊണ്ടെത്തിച്ച ദൈവത്തെ എനിക്ക് മറക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഒറ്റയടിക്ക് അവൻ രാജസ്ഥാനത്ത് വന്നെങ്കിൽ അതോടുകൂടി അവൻ്റെ ആരാധന അവസാനിച്ചേനെ. എന്നാൽ എത്ര ഉയർന്നാലും എൻ്റെ ആരാധന നടയാൻ എന്നെ ഒന്നും അനുവദിക്കാത്തതുപോലെ ഇന്നലകളിൽ എന്നെ പണിത ദൈവത്തിൻ്റെ മുമ്പിൽ അവന് സ്തോത്രം ചെയ്യാൻ കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ അറിയുക, നിന്നെ തകർക്കുന്നത് അവൻ പണിയാൻ വേണ്ടിയുള്ള ഒരു തകർച്ചയാണ്. അത് യെശയ്യാ പ്രവചനം 53-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് പ്രവചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, നമ്മൾ അന്നുള്ള മനുഷ്യനോട് അതിനൊരു ദൂതുണ്ട്. രണ്ട്, അവനെ വരാൻ പോകുന്ന സംഭവത്തോട് അതിനൊരു ദൂതുണ്ട്. മൂന്നാമത് അതിനൊരു വലിയൊരു ദൂതുണ്ട്. അതിന് വായിക്കുന്ന നമ്മളോട് എല്ലാവരോടും എന്തുണ്ട്? ദൂതുണ്ട്. എന്നാൽ ഡയറക്റ്റായിട്ട് ഈ പ്രവചനം അതിൻ്റെ തനിമയിൽ വ്യാഖ്യാനിച്ചാൽ ഈ വ്യാഖ്യാനം ചെന്നെത്തുന്നത് ഒരാളില്ല. ആരില്ല? യേശുവില്ല. അവിടെ യേശുവിനെ കുറിച്ചുള്ള മശിഹായുടെ പ്രവചനം എന്താ? ആ പ്രവചനം പറഞ്ഞിരിക്കുന്നത്, അവനെ തകർത്ത് കളയാൻ അവൻ എന്ത് തോന്നി? ഇഷ്ടം തോന്നി. അവൻ എന്ത് വരുത്തി? കഷ്ടം വരുത്തി. ആര് കഷ്ടം വരുത്തി? ദൈവം കഷ്ടം വരുത്തി. പിതാവാം ദൈവം പുത്രനാം യേശുവിന് കഷ്ടം വരുത്തി അവനെ തകർത്തു. എന്തുകൊണ്ട് തകർത്തു എന്ന് കാണുന്നുണ്ട്. താഴോട്ട് പോകുമ്പോൾ അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് എന്താകും? നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും എന്തു ചെയ്യും? നീതിക്കും. അവൻ അകൃത്യങ്ങളെ വഹിക്കും. നോക്കണം, അവനെക്കുറിച്ച് പറയുകയാണ്. യേശുവിനെ പിതാവാം ദൈവം തകർത്തു. അവനെ തകർത്ത് കളയാൻ അവൻ എന്ത് തോന്നി? ഇഷ്ടം തോന്നി. യേശു ജഡാവതാരം എടുത്തത് എന്തിനു വേണ്ടിയാ? മാനവകുലത്തെ രക്ഷിക്കാൻ വേണ്ടി. മനുഷ്യൻ മൂലം പാപത്തിന് പരിഹാരം ഉണ്ടാകാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യൻ മൂലമായെന്ന് പാപം ഉണ്ടായതുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരവും മനുഷ്യൻ മൂലം ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവകുമാരൻ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനായി അവതരിച്ച എൻ്റെ ദൈവത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം തോന്നി. ഈ പുസ്തകത്തിൽ അവനെ തകർത്ത് കളയാൻ അവൻ എന്ത് തോന്നി? ഇഷ്ടം തോന്നി. നോട്ടീസിൻ്റെ മേളിൽ അവരൊരു
ഒരു ദൂത് പോലൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു എബ്രായർ 13 ഒരു വാക്യം, ഞാൻ നിന്നെ ഒരു നാളും എന്ത് ചെയ്യുകയില്ല, കൈവിടുകയില്ല. എൻ്റെ കർത്താവ് മനുഷ്യനായിട്ട് അവതരിച്ചു. യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യേശുവിൻ്റെ ജഡാവതാരത്തിൽ യേശു 100% ദൈവമായിരുന്നു, 100% ആരായിരുന്നു, മനുഷ്യനായിരുന്നു. 100% ദൈവം, 100% ആരായി, മനുഷ്യനായി. 100% ദൈവവും 100% മനുഷ്യനുമായി കേട്ടോ. 100% ദൈവം, 100% മനുഷ്യൻ. ഈ മനുഷ്യത്വത്തിൽ കർത്താവിനെ ദൈവം തകർത്തു. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ അറിയാൻ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ലെന്ന് ലേഖനകർത്താവ് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്ത് അവനെ തകർത്ത് കളയാൻ അവൻ എന്ത് തോന്നി, ഇഷ്ടം തോന്നി. എൻ്റെ കർത്താവ് അമ്മയുടെ വയറ്റിൽ ജനിക്കുകയാണ്. മറിയത്തിൻ്റെ വയറ്റിൽ പരിശുദ്ധാത്മാവനാൽ ഗർഭവതിയാകുമ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അമ്മയുടെ വയറ്റിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം തീരുമാനിച്ചു, അമ്മ എന്ത് ചെയ്തേക്കണം, ഉപേക്ഷിച്ചേക്കണം. അപ്പൻ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ ഉപേക്ഷണം ഭയങ്കര വേദനയാണ് കേട്ടോ. കാരണം നിങ്ങൾക്കതറിയില്ല, ഉപേക്ഷണത്തിൻ്റെ വേദന ചില്ലറ വേദനയല്ല. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ നോക്കി പറയുക, എനിക്ക് നിന്നെ വേണ്ടടി എന്ന് പറഞ്ഞാൽ എന്തൊരു വാക്കാണ്. എനിക്ക് നിന്നെ വേണ്ടാന്ന് ഭർത്താവ് പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും അത് ഭയങ്കര നൊമ്പരാണ്. കാരണം കൂടെ ഇന്ന് മുതൽ മരണം വരെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവർ മുഖത്ത് നോക്കി വേണ്ടാന്ന് പറയുമ്പോൾ ചങ്കെ കുത്തി ഇറക്കാം. അങ്ങനെ ഒരു അമ്മയെ നോക്കി അപ്പൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അമ്മ കരഞ്ഞാൽ ആര് കരയും, കുഞ്ഞ് കരയും. അമ്മ ചിരിച്ചാൽ ആര് ചിരിക്കും, കുഞ്ഞ് ചിരിക്കും. ശരിയല്ലേ? അമ്മയുടെ എല്ലാ വേദനയും കുഞ്ഞിൻ്റെ വേദന, അമ്മയുടെ എല്ലാ സന്തോഷം കുഞ്ഞിൻ്റെ സന്തോഷം. പക്ഷേ എൻ്റെ കർത്താവ് വയറ്റിൽ കിടക്കുമ്പോൾ അപ്പം പറഞ്ഞ അമ്മയെ ഉപേക്ഷിക്കാൻ. അതുകൊണ്ട് അവൻ അറിഞ്ഞു, ഉപേക്ഷണത്തിൻ്റെ വേദന അറിഞ്ഞു. പിന്നെ ദൂതനൊക്കെ ഇടപെടുന്നുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ ജനിച്ചു കഴിഞ്ഞപ്പോഴോ ആർക്കും ഒരു വല്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ കുപ്പത്തൊട്ടില്ല ജനിക്കുക. എല്ലാ കുഞ്ഞിനും ഒരു ബർത്ത് റേറ്റെങ്കിലും ഉണ്ട്. യേശുവിന് അതുപോലും കിട്ടിയില്ല. അങ്ങനെ യേശു മുമ്പോട്ട് പോവുകയാണ്. നമ്മൾക്കറിയാം യേശുവിനോടൊപ്പം 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ടു. 30ാമത്തെ വയസ്സിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് സ്നാനമേറ്റ് ശുശ്രൂഷ തുടങ്ങുമ്പോൾ ശിഷ്യന്മാരെ എടുത്ത് എന്തിനാണെന്നറിയാമോ, തന്നോട് കൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ശിഷ്യന്മാരെ എടുത്തു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ക്രൂശ് അങ്ങ് ദൂരെ ഇരുന്നപ്പോൾ ശിഷ്യന്മാരെല്ലാം അടുത്തും നെഞ്ചത്തും എല്ലാം ഉണ്ടായിരുന്നു, ചുറ്റും എല്ലാം ചാരിയിരുന്നു. പക്ഷേ ക്രൂശ് അടുക്കും തോറും ശിഷ്യന്മാർ ദൂരെ പോയി. അതിൽ എത്രയോ ഒരു സ്നേഹിച്ച ഒരാളായിരുന്നു പത്രോസും യാക്കോബും യോഹന്നാനും. ഇവരെയും കൊണ്ടാണ് യേശു ഈ രാത്രിയിലേക്ക് വേദനപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളവരെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കണം. പക്ഷേ അവർ സുഖമായിട്ട് കിടന്ന് എന്ത് ചെയ്തു, ഉറങ്ങി. ആ ദുഃഖത്തിൽ താൻ ഒറ്റയായി. പക്ഷേ ക്രൂശിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സ്നേഹിച്ച പത്രോസ് പറയുന്നു, ഞാൻ നിന്നെ അറിയത്തില്ലെന്ന് 3 പ്രാവശ്യം പറഞ്ഞ് ആണയിട്ടു. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് നിലവിളിക്കുന്നൊരു നിലവിളിയുണ്ട്, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ത്. അവിടെ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. ശിഷ്യന്മാരെല്ലാം മാറി നിന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവന് ഒരു പ്രത്യേകതയുണ്ട്, അവനെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ, ഇന്ന് ഉപേക്ഷിക്കപ്പെട്ടവൻ അവൻ്റെ അടുക്ക വന്നാൽ അവനൊരു കാര്യം പറയും, നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ കർത്താവിന് മാത്രം അത് പറയാൻ കഴിയുമെന്നറിയാമോ? അവൻ ഉപേക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ നൊമ്പരം അവൻ അറിയാൻ കഴിയും. ഇന്നും പ്രിയരെ, അവനെ തകർത്ത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ ഉപേക്ഷിക്കപ്പെട്ടു. എന്തിന്? നമ്മളെ ചേർക്കുവാൻ വേണ്ടി. അവൻ അറിയണമെങ്കിൽ നമ്മുടെ മഹാപുരോഹിതൻ ഉപേക്ഷിക്കപ്പെടണമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കർത്താവിനെ. ഞാൻ ഒത്തിരി പ്രത്യേകതകൾ കണ്ടു. എൻ്റെ കർത്താവിന് 30 വയസ്സ് മനുഷ്യൻ, എല്ലാ മനുഷ്യൻ്റെയും ഏറ്റവും നല്ലൊരു പ്രായമാണ് 30 വയസ്സ്. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചപ്പോഴൊക്കെ അത് മനസ്സിലങ്ങ് വല്ലാതെ വരിക. ഈ 30 വയസ്സിൽ ഒരു മനുഷ്യന് ഭയങ്കര, എല്ലാ മനുഷ്യർക്കും നല്ല വിശപ്പുള്ളൊരു പ്രായമുണ്ട്. അതൊരു ആ യൗവനത്തിൻ്റെ ഒരു കുതിപ്പ്. ഒരു 40-45 കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ ഒന്നും എന്ത് ചെയ്യാനൊക്കത്തില്ല, കഴിക്കാനൊക്കത്തില്ല. എന്നാൽ 30കളിൽ 25-30 ഒക്കെ നല്ലപോലെ കഴിക്കും. ഞാൻ ഇപ്പം പറയും, ഞങ്ങളിപ്പോഴും ഇതുപോലെ ഒത്തിരി കൺവെൻഷനൊക്കെ നടത്താൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നോട്ടീസൊക്കെ ഒട്ടിക്കണ്ടേ. അപ്പോൾ അതിന് എനിക്ക് പേടിയായി. പിള്ളേരെ തന്നെ വിടാം. എൻ്റെ കൂടെ ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ വരും. അപ്പോൾ ഇവരെ തന്നെ വിടാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ പറയും, മക്കളെ പാടാ നമുക്ക് നോട്ടീസ് ഒട്ടിക്കുമ്പോൾ എല്ലാ പിള്ളേരും ഒത്തിരി പേര് വരും. അവരൊറ്റക്കാരെ എന്നോട് പറയത്തുള്ളൂ, അച്ഛാ വരാം. തിരിച്ച് വരുമ്പോൾ എന്തോ ചെയ്യണം, ചിലവ് ചെയ്യണം. വരുമ്പോൾ ഞാൻ അവരെ കൊണ്ട് ഏതെങ്കിലും ഒരു കാപ്പിക്കട കയറ്റി തട്ടുദോശ മേടിച്ച് കൊടുക്കും. തട്ടുദോശ കഴിക്കുന്ന പൊട്ട് എൻ്റെ കൂടെയുള്ള പിള്ളേർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 25 ദോശ
4 ഡബിൾ ബുൾസേ. എന്നിട്ട് അവൻ പറയാം ഒരു സിംഗിളൂടെ വീശാൻ. അപ്പോൾ ഈ തട്ടുകിടക്കാരൻ്റെ ഒരു വല്ലാത്ത വിഷമം. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ ചേട്ടാ നിനക്ക് പൈസ കിട്ടിയപ്പോൾ നീ ഇട്. ഞാനവരോട് പറഞ്ഞേടാ അവൻ കഴിക്കട്ടെ, ഇട്ട് കൊടുക്കുക, അവൻ കഴിക്കട്ടെ. ഇത് നമുക്ക് കഴിക്കാൻ പോയി, നമുക്കൊരു 2-3 തള്ളും ചെരുമ്പോൾ കണ്ണ് തള്ളും. പണ്ടൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പം പാടാ. എന്നാലും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്നറിയാം, 30ൻ്റെ ഒരു വിശപ്പാണ്. 30 ഭയങ്കര വിശപ്പാണ്. പക്ഷേ എൻ്റെ കർത്താവ് ഈ 30 ഉപവാസം ഇരുന്നു. എത്ര ദിവസമാണെന്നറിയോ? 40 ദിവസം. ഞാൻ 40 ദിവസം ഉപവസിച്ചിട്ടുണ്ട്. ഈ നല്ലൊരു പ്രായത്തിൽ ഉപവസിച്ചിട്ടുണ്ട്. സത്യം എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല. 10-25 കഴിയുമ്പോൾ തൊട്ട് നമ്മൾ സ്വപ്നം കാണും 40 കഴിയുമ്പോൾ എന്തോ കഴിക്കുന്നുണ്ട്. ഈ കഴിക്കാതിരിക്കുമ്പോഴാണ് ഈ കഴിക്കുന്ന കാര്യമൊക്കെ ചിന്തിക്കും. ഈ 40 കഴിയുമ്പോൾ ഒന്നും തരത്തില്ല. അന്ന് വലിയ ഫീസ്റ്റൊക്കെ കാണും. കാരണം ഉപവാസം ഇരുന്നവർക്കൊന്നും കൊടുക്കത്തില്ല. ഈ കുടലെല്ലാം ചുരുങ്ങിപ്പോവും. അതിനെന്തോ കൊടുക്കുന്നറിയാം? കഞ്ഞി കൊടുക്കും, ഇച്ചിരി കഞ്ഞി. പിന്നെ 1.5-2-3 മണിക്കൂർ കഴിയുമ്പോൾ ശകലം കൂടെ കഞ്ഞി. കുടൽ വികസിച്ച് വരണം. എന്നാലും ഒരു കാര്യം ഞങ്ങളുടെ അമ്മമാർക്ക് ഭയങ്കര കരുതലാണ്. പിന്നെ ഒരാഴ്ചത്തേക്കിനൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ അമ്മച്ചിമാരൊക്കെ ഇച്ചിരി കറിയൊക്കെ വെച്ചുകൊണ്ട് തരും. എന്തിനാ? ഉപവസിച്ച് ക്ഷീണിച്ച് പോയ മോനെ, മോനെ ഉപവാസം അല്ലായിരുന്നു, ഇഷ്ടംപോലെ കരുതി വല്ലതൊക്കെ കൊണ്ടുത്തരും. വലിയ കരുതല അമ്മമാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ. കാരണം ഉപവസിച്ച മോൻ. പക്ഷേ ഒരു 30കാരന് ഉപവസിച്ചു. എത്ര ദിവസം? 40 ദിവസം. ഉപവസിച്ച് എഴുന്നേറ്റപ്പോഴോ അവന് കഞ്ഞി കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ഒപ്പം പിശാച് വന്നിട്ട് പറയാം, ഈ കല്ല് കണ്ടോ, കല്ല്, ഇതുകൊണ്ട് നീ അപ്പം ഉണ്ടാക്കി കഴിച്ചോ? ഉപവാസം ഇരുന്നവന് കഞ്ഞി തിന്നാ ദഹിക്കത്തില്ലെന്നേ. കല്ല് തിന്നാ ദഹിക്കോ? കല്ല് തിന്നാ ദഹിക്കുന്നൊരു പ്രായമുണ്ട്. പക്ഷെ ഉപവാസം ഇരുന്നാൽ ദഹിക്കത്തില്ല, തിരിച്ചു വരും. വിശന്നവനോട് കല്ല് കൊടുത്തിട്ട് പറഞ്ഞു അപ്പം ഉണ്ടാക്കി തിന്നോളാൻ. അതുകൊണ്ട് ഇന്നും ഒരു വിശന്നവൻ അവൻ്റെ അടുക്ക വന്നാൽ അവനെ കളഞ്ഞിട്ട് പോകത്തില്ല. അവനെ വിശപ്പറിയിപ്പിച്ച് തകർത്തു. എന്തിനാ? എൻ്റെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കേണ്ടതിന് അവനെ തകർത്ത് കളയേണ്ടത് മാനവകുലത്തിൻ്റെ ആവശ്യമായിരുന്നു. ഇന്നും പ്രിയരെ, വിശന്നവൻ അപ്പമാകാൻ കഴിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. അവൻ്റെ പേര് യേശു. വിശന്നവന് അപ്പമാണ്. എത്രയോ സുവിശേഷകരെ എനിക്കറിയാം. വിശന്നപ്പം കാക്ക കൊണ്ട് ബന്നിട്ട് കൊടുത്ത ഉപദേശിമാരെ എനിക്കറിയാം. വിശന്നപ്പം എലി കൊണ്ട് സവാള തള്ളിയിട്ട് കൊടുത്തവരെ എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നറിയാമോ? വിശന്നവൻ്റെ നിലവിളിക്ക് മുമ്പിൽ അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. അവനെ തകർത്തു. യേശുവിന് 600 വർഷം മുമ്പ് പ്രവാചകം നോക്കി പറയുക, ഒരുവൻ തകർക്കപ്പെടുന്നുണ്ട്. എന്തിന്? മാനവകുലത്തെ അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അവനാകണം. അതിന് അവനെ തകർത്തു. ദീപാലകതന ആർക്കന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, അവനെ തകർത്ത് കളയാൻ അവൻ ഇഷ്ടം തോന്നി. വിശപ്പറഞ്ഞ ഒരു ദൈവം. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ ഒരു കാര്യം കാണാം. എന്താണെന്നറിയോ? എൻ്റെ കർത്താവിന് കുറുക്കുഴിയൊന്നുമില്ല കേട്ടോ. കർത്താവ് എൻ്റെ അടുക്ക പത്രോസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കരം അവനോട് വന്ന് പരീക്ഷന്മാർ പറഞ്ഞു, നിൻ്റെ ഗുരു എന്തോ കൊടുക്കുന്നില്ല, കരം കൊടുക്കുന്നില്ല, കരം അടയ്ക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചൂണ്ടയെടുത്തുകൊണ്ട് പോ. ഇവിടെ മീൻപിടുത്തക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞ് ചൂണ്ടയെടുത്തുകൊണ്ട് പോ. എന്നിട്ട് ചൂണ്ടയിട്. എന്നിട്ട് ഒരു മീനെ കിട്ടും. അതിൻ്റെ വായിൽ എന്തോ കാണും, ചതുർതമ്മ പണം കാണും. എടുത്തൊരു വാക്കും കൂടെ പറഞ്ഞു, എടുത്ത് എനിക്കും നിനക്കും കൊടുത്തു. പത്രോസ് അവൻ്റെ കാര്യം പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ കൂടെ വിഷമം ആരറിഞ്ഞു? യേശു അറിഞ്ഞു. കടം കൊടുത്തപ്പം പറയാം, മേടിച്ചോളെ. ഞാൻ ഈ പൈസ ഇല്ല വന്ന മനുഷ്യൻ എന്തോ മേടിക്കും, കടം മേടിക്കും. കടക്കാരനെ നോക്കി ഞാൻ പറയും മേടിച്ചാൽ കൊടുക്കത്തില്ലെന്ന്. എനിക്ക് ഇടയ്ക്കൊരു അനുഭവം ഉണ്ടായി. ഒരു കൊച്ചനുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ കളിച്ചാൽ അച്ഛൻ ഞാൻ ചോദിച്ചാൽ തരത്തില്ല. ഇന്നടായി പൈസ ഉണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ ചോദിച്ചാൽ തരും, പലിശ വേണേ. പക്ഷേ ഞാൻ ചോദിച്ചാൽ തരത്തില്ല. അച്ഛൻ പോയി ചോദിക്കണം. എനിക്ക് അന്ന് പറയുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞു, മനെ അത്യാവശ്യമാണ്, ഞാൻ ചോദിക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ വിഷമം. നമുക്ക് ആകെപ്പാടെ ഒരു മാന്യതയാണ്. ഞാൻ തിരിച്ചു വന്നു മോനോട് പറഞ്ഞു, കുഞ്ഞാ ഞാൻ ചോദിക്കാം, പക്ഷേ സത്യമായിട്ട് നീ കൊണ്ട് പറയണം, എപ്പം കൊടുക്കാവുന്ന വാക്ക് പറഞ്ഞാൽ എന്തായിരിക്കണം? വാക്കായിരിക്കണം. അവൻ പറഞ്ഞു, അച്ഛാ ഇന്നത്ര ഡേറ്റ്, അടുത്ത ആഴ്ച കൊടുത്തിരിക്കാം. ഞാൻ പറഞ്ഞു, ഏറ്റവും. ഞാനവിടെ പോയപ്പോൾ എനിക്ക് പിന്നെ സംശയം, ഇവൻ എങ്ങനെ കൊടുക്കും? ഞാൻ തിരിച്ചവനോട് ചോദിച്ചോടാ, നീ എങ്ങനെ കൊടുക്കും നീ പറയുന്നത്? അച്ഛാ അത് ഞാൻ ചോദിക്കാം, കിട്ടുമ്പം തരാമെന്ന് പറഞ്ഞാൽ അവൻ തരുമോ? അച്ഛാ സത്യം പറ, കിട്ടുമ്പം തരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ തരുമോ? അച്ഛാ എല്ലാം ഒരു വിശ്വാസമാണ്. അച്ഛനൊക്കെ പറയാച്ചാ നടക്കും. അച്ഛാ കിട്ടുമെന്നും പറയാമെന്ന് പറഞ്ഞാൽ ആരും തരത്തില്ല. അവൻ പോയി മേടിക്കുമ്പോൾ കൊടുക്കാനൊത്തില്ലെങ്കിൽ പറയും മേടിച്ചാൽ കൊടുക്കാത്തതിന്. ചിലരൊക്കെ ഈ കടത്തിൻ്റെ പുറത്ത് കടം വരുന്ന കുറേ പേര് ധാരാളിച്ചിട്ടാണ്. പക്ഷെ ചിലർക്ക് ഒരു പ്രശ്നം വരുമ്പം പിന്നെ ശരിയാകും. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ വല്ലാതെ നിൽക്കാൻ വയ്യാതെ വരും. പിന്നെ കടം ഒരു വല്ലാത്തൊരു കുരുക്കായിട്ടൊക്കെ മാറും. പക്ഷെ ഇവനെ നാട്ടുകാർക്കും ഭാര്യയ്ക്കും പുച്ഛായിരിക്കും. ഇയാളുടെ കൂടെ വന്നപ്പോഴേ എനിക്കെല്ലാം ഉണ്ടായിരുന്നു. കെട്ടുതാലി പോലും ഇല്ലാതാക്കിയ ഒരു മനുഷ്യൻ. പക്ഷെ ഈ മനുഷ്യൻ കരഞ്ഞാൽ ഒരുവൻ അടുത്ത് വരും. ആരാന്നറിയാമോ? യേശു.
അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാൻ ഇടമില്ലാതെ 33 കൊല്ലം ഭൂലോകത്തിൽ സഞ്ചരിച്ചവന് ഇന്നും പണമില്ലാത്തവൻ്റെ വേദന അറിയാവുന്ന ഒരു ദൈവമുണ്ട്. അവനെ തകർത്ത് കളയാൻ അവന് ഇഷ്ടം തോന്നും. അതുകൊണ്ട് എൻ്റെ യേശു ദരിദ്രനായത് എന്തിനാണെന്നറിയാമോ? ദരിദ്രനെ അറിയുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു എന്നാണ്. റുബാല ഹതന റിക ശബല ഹതന റികന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിന്നെ അറിയുന്ന ഒരു ദൈവകുമാരനുണ്ട്, നിന്റെ ഹൃദയത്തെ അറിയുന്നൊരു കർത്താവുണ്ട്. അവനെ തകർക്കാൻ അവന് ഇഷ്ടം തോന്നി. അവൻ എവിടെയായിരുന്നു? അവന് മരത്തണലായിരുന്നു പലപ്പോഴും താമസം. വീടില്ലായിരുന്നു. വാടക വീടുകളിൽ നിന്ന് വീടുകളിലിട്ടൊക്കെ മാറുമ്പം വല്ലാത്ത വേദനയാണ്. എത്ര ഉപദേശിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എത്ര വീടിന് തറക്കല്ലിട്ടിട്ടുണ്ട്, എത്ര വീടിന് കട്ടള വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ച് എത്ര പേർക്ക് വീട് കിട്ടി? എന്തെങ്കിലും ഒരിക്കലും വീട് കിട്ടുമോ? ചോദിച്ചവർക്കൊക്കെ വീട് കിട്ടി. എന്തുകൊണ്ടെന്നറിയാമോ? അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാൻ ഇടമില്ലാതെ ഭൂമി സഞ്ചരിച്ചവന് ഇന്നും കൂരയില്ലാത്തവൻ്റെ വേദന അറിയാം. കാരണം അവനെ തകർത്ത് കളയാൻ അവനിഷ്ടം തോന്നി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, അറിയുന്നൊരു കർത്താവ് നമുക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. മനുഷ്യനെ അറിയുന്നൊരു ദൈവം. അവനെ തകർത്തു. അവൻ ഭയങ്കര സുന്ദരനായിരുന്നു. അവൻ രൂപഗുണം ഭയങ്കര സൗന്ദര്യമായിരുന്നു. അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ യോഹന്നാനൊക്കെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ കിടക്കുന്നത് കണ്ടോ? അവനെ കണ്ടാൽ എന്തറിയത്തില്ല, ആളറിയത്തില്ല, രൂപഗുണമില്ല, സൗന്ദര്യമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക കോമളത്വമില്ല. അവൻ തകർക്കപ്പെട്ടു. വല്ലാത്ത വേദനയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞ് കീമോതെറാപ്പിയൊക്കെ ചെയ്താൽ മുടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങത്തില്ല. കാരണം ഒരു സിനിമാ നടിയുടെ കഥ നിങ്ങൾക്ക് അറിയത്തില്ലേ? അവർ ഭയങ്കര സുന്ദരിയായിരുന്നു. അവർ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ആ മുഖം അവർക്ക് നിർബന്ധമായിരുന്നു. ഒരാൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. കാരണം എൻ്റെ പഴയ മുഖമേ ഓർക്കാവൂ. ഇങ്ങനെയുള്ളവരാലും കണ്ണാടി തപ്പി ആർക്കും മുഖം കൊടുക്കാതിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവനെ ഒരാൾക്കറിയാം. കാരണം അവൻ്റെയും രൂപഗുണം നഷ്ടപ്പെട്ടതായിരുന്നു. രോഗം വന്ന് രൂപം മാറിയവനെ ഇന്നും വൈരൂപത്തിൽ നിന്നും മാറ്റാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശു എന്ന. അവനെ തകർത്ത് കളയാൻ അവനിഷ്ടം തോന്നി. കരമടിച്ച് ദൈവത്തെ ഇന്ന് രാത്രിയിലൊന്ന് സ്തുതിച്ച് തകർത്ത് അവൻ നമുക്ക് വേണ്ടി ശകന ഹടകന റികന റികല അധികന. നിന്നെ അറിയുന്നൊരു യേശു. അവിടെ ഇങ്ങനെ അലഞ്ഞ് നടന്ന ഒരു ദൈവമുണ്ട്, യേശു. ഒരുപക്ഷെ അവനെ ആർക്കും അറിയില്ല. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം രാവിനോട് പറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ബ്യൂഗിൾ വായിക്കും. രാവിലെ ഒരു സമയം ഒരു കത്തോലിക്ക മതത്തിൻ്റെ വീട്ടിൽ പിറന്നവന്, പക്ഷേ വിശ്വാസത്തിന് പേര് വീട്ടിൽ നിന്ന് നിഷ്കാസിതനായി കടത്തനുകളിലൊക്കെ താമസിച്ചു. തനിക്കാകെ സമ്പാദ്യം അന്ന് ഒരു ബ്യൂഗിൾ പോലൊരു സാധനം, അവരുടെ ഒരു ട്രംപറ്റ് ഒരു വായിക്കും. അവർ ബാൻഡ് സെറ്റുള്ളവരായിരുന്നു. അവൻ രാവിലെ എഴുന്നേറ്റിട്ട് തിരുവല്ലായിലെ ചങ്ങനാശ്ശേരിയിലൊക്കെ കടത്തിണ്ണ ഇരുന്നു കൊണ്ട് ചുമ്മാ അത് വായിക്കും. കാകുൽത്ത മലയിന്നും വിലാപത്തിൻ മാറ്റിൽ ഞാൻ കേട്ടു, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അവരാധം എന്ത് ചെയ്തു. സുഹൃത്തുണ്ട് പറഞ്ഞിട്ടുണ്ട്, തറമക്കാർ മുഴുവൻ എഴുന്നേറ്റിട്ട് രാവിലെ ചുറ്റും വന്ന് വിരിക്കും. അവർ കരയും. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ? അലഞ്ഞവനെ അറിയാനൊക്കും. ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ദേശമേ, ആർക്കും അറിയാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന് ജാതിയില്ല, അവന് മതമില്ല, അവന് മതിലില്ല, അവന് വർഗമില്ല, അവന് വർണ്ണമില്ല. ആരെവിടെ നിന്നുകൊണ്ട് വിളിച്ചാലും അറിയാൻ കഴിയുന്ന ഒരു പിതാവുണ്ട്, ഒരു ദൈവമുണ്ട്. അവിടുത്തെ പേര് നസറേനായ യേശു. എന്തുകൊണ്ട്? അവനെ തകർത്ത് കളയാൻ അവന് ഇഷ്ടം തോന്നി. ഇന്ന് രാത്രി അറിയുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്? നിന്നെ അറിയാം. എനിക്ക് എൻ്റെ കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ് പ്രിയരെ. എൻ്റെ കർത്താവ് നോക്ക വരുന്ന കണ്ടോ? എങ്ങോട്ടാണെന്നറിയാമോ? യെരുശലേമിലേക്ക്. ട്രയംബൽ എൻട്രിയാണത്. ട്രയംബൽ എൻട്രി, രാജകീയ രംഗപ്രവേശനം. എങ്ങോട്ട്? യെരുശലേമിലേക്ക്. പക്ഷേ ഈ ദൈവപുത്രൻ വന്നത് എന്തിൻ്റെ പുറത്താണെന്നറിയാമോ? കഴുതയുടെ പുറത്ത്. ഒരു കുശുമ്പ്, ഒരു ദേഷ്യം എല്ലാം തോന്നി. ഞാൻ പലപ്പോഴൊക്കെ പോയിരുന്ന് വർത്താനം പറയും, കർത്താവേ മോശമായിപ്പോയില്ലേ. എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട് പ്രിയരെ, എനിക്കൊരു ഓട്ടോറിക്ഷ. ഇപ്പം ഞാനത് ഓടിക്കത്തില്ല, നടുവിന് ചെറിയൊരു പ്രയാസം തോന്നി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓട്ടോറിക്ഷ. ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ഓട്ടോറിക്ഷയാണ്. ഞാൻ ഓട്ടോറിക്ഷ നടന്നപ്പോൾ എൻ്റെ വിശ്വാസികൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾക്ക് നാണക്കേടാണ്. കാരണം പാസ് ഓട്ടോറിക്ഷ നടക്കും. അങ്ങനെ എനിക്ക് പേരും കിട്ടിയായിരുന്നു ഇടയ്ക്ക്, ഓട്ടോ പാസ് എന്ന്. കാരണം ഓട്ടോ ഇങ്ങോട്ട് നടന്നപ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു. അന്നത്തെ കാലത്ത് അന്നത്തെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ പറഞ്ഞാൽ കുറഞ്ഞത് ചിന്നാവായിലൊക്കെ ഈ യേശു അപ്പച്ചൻ വരണ്ടേ. അന്ന് കർത്താവ് വന്നത് എന്തിൻ്റെ പുറത്താണ്?
കഴുതയുടെ പുറത്ത് എനിക്ക് കർത്താവിനോട് അങ്ങ് ദേഷ്യം തോന്നി. കർത്താവെ, ഒരു കുതിരയുടെ പുറത്ത് വരത്തില്ലായിരുന്നോ? ഈ രാജകീയ രംഗപ്രവേശനമല്ലേ? കർത്താവിൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? എടാ മോനെ, കുതിര പുറത്താണ് ഞാൻ വന്നെങ്കിലേ എന്നോടൊപ്പം നിങ്ങൾക്ക് എത്തണമെങ്കിൽ, നടക്കുന്ന കുതിരയുടെ ഒപ്പം എത്തണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? ഓടണം. വേണ്ടേ? അപ്പം കുതിര ഓടിയാലോ നമുക്കെത്താനൊക്കെ ഒക്കത്തില്ല. പിന്നെന്തിനാ കഴുതയുടെ പുറത്ത് വന്നേ? അതാണ് കർത്താവ് വന്നേ. എല്ലാ വീട്ടിലും കുറേ പിള്ളേരല്ലേ, ഒരുത്തന് ഇച്ചിരി മോശമായിരിക്കും, വലിയ മിടുക്കൊന്നും ആയിരിക്കത്തില്ല, വലിയ പഠിക്കാനൊന്നും. അവനെ നോക്കി എല്ലാവരും പറയും മൊണയാ. ഇവൻ കുത്തിയിരുന്ന് പഠിക്കുന്നേ, പക്ഷെ ഇവനെയും കൊണ്ട് കാര്യമായിട്ട് നോക്കത്തില്ല. മൊണയാ. വീട്ടിലും മൊണ്ണ, അപ്പനും മൊണ്ണ. ഈ അപ്പന് ഇവനെ ഭയങ്കര പുച്ഛ. എല്ലാം ഒക്കെ അങ്ങ് മറ്റവർക്കെല്ലാം ഉടുപ്പ് മേടിച്ചാലും കൊടുക്കത്തില്ല. അവരിവനെ അടിച്ചാലും അടി കിട്ടുന്ന ആർക്കായിരിക്കും? ഇവനായിരിക്കും. കാരണം മൊണ്ണ. ഈ മൊണ്ണ ഇരുന്ന് കരഞ്ഞാൽ ഇവൻ കൂടെ വരും. കാരണം മൊണ്ണ പതുക്കെ നടക്കത്തുള്ളൂ. മൊണ്ണ വലിയ സ്പീഡിലൊന്നും അല്ല. എല്ലാവരും പെട്ടെന്ന് സാറന്മാർ പറയുന്നത് എഴുതിയെടുക്കുമ്പോൾ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പകുതിയായിട്ട് ഒരുത്തേയിരിക്കും. കാരണം അവൻ ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, എഴുതാൻ വയ്യ. നമ്മൾ പലപ്പോഴും എഴുതാൻ വയ്യുമ്പോൾ അവൻ തീരുമാനിക്കും ഇനി ഏതായാലും എന്ത് ചെയ്യുന്നില്ല, എഴുതുന്നില്ല. എൻ്റെ ഒരു ചേച്ചിക്കാണെങ്കിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരത്തി കല്ലൊക്കെ ഇട്ടിട്ട് ചോക്ക് വരച്ചു, കർത്താവ് ഇവിടം വരെ വരാവും. അത് കഴിഞ്ഞപ്പോൾ ഇച്ചൂടെ കൂടിയും പറഞ്ഞു, കർത്താവ് ഇവിടം വരെ വരാവും. അത് കഴിഞ്ഞ് ഇത്ര കൂടിയപ്പോൾ ഇവിടം വരെ. അവസാനം ഇറങ്ങി മേളിൽ കയറി. പിന്നെ അവിടുന്ന് പോയപ്പം വീട് എന്നാ പറഞ്ഞു, എന്നാൽ തോന്നിയ പോലൊക്കെ നീ അങ്ങ് ചെയ്തോന്ന് പറഞ്ഞ് തന്നെ ഇറങ്ങി. എന്നാന്ന് വെച്ചാൽ കാണിക്കുന്നത് ഇതുപോലെ. ഇവനും ഇത് പഠിക്കാനൊക്കെ ഒക്കത്തില്ല. ഇവൻ പാവം അവന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ആർക്കും വേണ്ട അത് പെതുക്കെ നടക്കുന്നവനെ തോളിലേറ്റി മുമ്പിൽ കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. അതിനവൻ കഴുതപ്പുറത്ത് വന്നത്. അവൻ തള്ളപ്പെട്ടതിനെ മൂലക്കല്ലാക്കും, പിമ്പനെ മുമ്പനാക്കും, വീട്ടിൽ വേണ്ടാത്തവനെ മാന്യനാക്കുന്ന എബ്ബേസിൻ്റെ ഒരു ദൈവമുണ്ട്. ഇന്നലെ എൻ്റെ തമ്പുരാൻ ഇതെല്ലാം അറിഞ്ഞെന്നറിയാമോ? അവനെ തകർത്ത് കളയാൻ അവന് ഇഷ്ടം തോന്നി. ഇന്ന് രാത്രി ദേശമേ, നിങ്ങളെ അറിയുന്നൊരു യേശുണ്ട്. എൻ്റെ യേശു ഒരു രാജകുടുംബത്തിലാണ് അവന് അവിടുന്ന് പ്രസവിച്ച് വീണെങ്കിൽ ഞാൻ ഇത്ര ആവേശത്തോടെ പ്രസംഗിക്കത്തില്ല. എന്ന എൻ്റെ കർത്താവ് ജനിച്ചത് ഒരു രാജകുടുംബത്തിലല്ല, ഒരു കൊട്ടാരത്തിലല്ല, ഒരു തച്ചൻ്റെ വീട്ടിൽ ജനിച്ച് ഇതെല്ലാം അനുഭവിച്ച് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ ദരിദ്രനായത് നമ്മളെ സമ്പന്നരാക്കാൻ, അവൻ നിന്ദിക്കപ്പെട്ടത് നമ്മൾ മാനിക്കാൻ, അവൻ തള്ളപ്പെട്ടത് നമ്മെ ചേർക്കാൻ. ഇന്ന് രാത്രി നിന്നെ അറിയുന്നൊരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിനോട് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? അവനെ തകർത്ത് കളയാൻ അവന് ഇഷ്ടം തോന്നി. വേദനകൾ അറിയുന്ന ഒരു യേശുണ്ട്. നോക്കാം, എൻ്റെ യേശുവിന് സൗന്ദര്യമില്ല, എൻ്റെ യേശുവിന് സൗന്ദര്യമില്ല. നോക്കാം, ഉണ്ടോ? ഇല്ല. അവന് അവിടേക്ക് വലിയ സ്വർണ്ണ കിരീടമുണ്ടോ? ഇല്ല. അവന് വലിയ പട്ട് കുപ്പായമുണ്ടോ? ഇല്ല. അവന് അവിടുന്നൊക്കെ വലിയ സൗന്ദര്യമുണ്ടോ? ഇല്ല. എന്നിട്ടും അർത്ഥനഗ്നനായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ വിരിക്കപ്പെട്ട കൈകൾ ആണികൾ അടിക്കപ്പെട്ട് തകർന്നു കിടക്കുന്ന അവൻ്റെ അടുക്കൽ 100 കോടി ജനകോടികൾ വന്നിട്ട് അവൻ്റെ മുമ്പിൽ കരയുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് അവനെ അറിയാം, അവൻ എന്നെ അറിയാം. കാരണം അവനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അറിയുന്നൊരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ച് വിളിക്കാമോ? നിന്നെ അറിയാം. അവന് ജാതി വിഷയമല്ല, അവന് മതം വിഷയമല്ല, അവന് മനുഷ്യനാ വിഷയ. മനുഷ്യനെ അറിയുന്ന ഒരു യേശുണ്ട്. അവൻ്റെ പേര് നസ്രയനായ യേശു. യേശു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാ? നിന്റെ രോഗത്തെ മാറ്റാ, നിന്റെ തകർച്ചകളെ മാറ്റാ, നിന്റെ ഇല്ലവല്ലായ്മകളെ മാറ്റാ. കുറുക്ക് വഴി ഒന്നും വേണ്ട, യേശുവേ എന്ന് വിളിച്ചാൽ മതി. അവൻ തകർക്കപ്പെട്ടു. യേശുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിക്കുന്നു, ഒരുവൻ തകർക്കപ്പെടും. എന്തിന്? തകർന്നവനെ പണിയാൻ. ഒരുവൻ തള്ളപ്പെടും. എന്തിന്? തള്ളിയവനെ ചേർക്കാൻ. ഒരുവൻ വിശപ്പനുഭവിക്കും. എന്ത്? വിശന്നവൻ അപ്പമാകാൻ. ഒരുവൻ കൂരയില്ലാതെ നടക്കും. എന്തിന്? കൂരയില്ലാത്തവർക്ക് കൂരയാകാൻ. ഇന്ന് രാത്രി അറിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. കരന്നിട്ട് തൊടാവോ? കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. അവനെ തകർത്ത് കളയാൻ അവന് ഇഷ്ടം തോന്നി. അവന് കഷ്ടം പറ്റി. പക്ഷേ എൻ്റെ ഇഷ്ടം അവൻ്റെ കൈ സാധിക്കും. അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാനിടമില്ലാതെ 33 കൊല്ലം ഭൂലോകത്തിൽ സഞ്ചരിച്ച ആ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിളിക്കാമോ? അവന് നിന്നെ അറിയാം.
വലിയ ശബ്ദം ബഹളമൊന്നും വേണ്ട. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ആര് വിളിച്ചാലും അവൻ അറിയാൻ കഴിയും. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു ശുശ്രൂഷ നിമിഷമുണ്ട്. ഭയങ്കര അത്ഭുതം തോന്നിയ, സന്തോഷം തോന്നി. ഒത്തിരി പേരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ കാലാകാലങ്ങളിൽ ഒത്തിരി പേരുടെ ഹൃദയ രഹസ്യങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടി എനിക്ക് നല്ലപോലെ അറിയാം. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒത്തിരി കഷ്ടപ്പെട്ടു. ഭയങ്കര ശക്തിയായ ഒരു അമ്മായിമ്മ. ആ വീട്ടിൽ അവൾ ഒറ്റപ്പെട്ടു. പലപ്പോഴും ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ഭർത്താവ്. അവൾ എന്ത് ചെയ്യുന്നറിയാമോ? സങ്കടം സഹിക്കാൻ വരുമ്പോൾ ബാത്റൂമിൽ കയറും, ടാപ്പ് തുറന്നു വിടും. കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, കരയാൻ തുടങ്ങും. കരച്ചിൻ്റെ ശബ്ദം പുറത്ത് നിൽക്കും തോന്നുമ്പോൾ വായി തോർത്ത് തിരികെ കയറ്റും, കരയും, വിങ്ങിക്കരയും. എന്നിട്ട് കരഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ അടുത്ത പറയും, കണ്ടോ മിണ്ടുന്നതിന് മുമ്പ് കരയാൻ പോയേക്കുക, പറയാനൊക്കത്തിലൊന്നും. അങ്ങനെ വഴക്ക് വെക്കും. അതിന് നല്ലപോലെ മുഖം സോപ്പിട്ട് കഴുകി ഇറങ്ങി വരും. ആരും അറിയാതെ ജീവിച്ചു. ഇന്ന് ആ കുട്ടിയുടെ അവസ്ഥകളൊക്കെ മാറി, മക്കൾ വളർന്നു, അവസ്ഥകൾ മാറി, നല്ലതായി, അവൾ മിടുക്കിയായി. പക്ഷേ അവളെ ആദ്യം കാണുന്നൊരു പ്രവാചകൻ ഞാൻ നിൽക്കുന്നൊരു വേദിയിൽ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആ കുട്ടിയെ വിളിച്ചിട്ട് തലേ കൈവച്ചിട്ട് പറയുക, നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ സങ്കടം സഹിക്കാതെ വരുമ്പോൾ നീ വാഷ്റൂമിനകത്ത് കയറി ടാപ്പ് തുറന്ന് വിട്ടിട്ട് വിങ്ങിക്കരയുമ്പോൾ വീണ്ടും ശബ്ദം പുറത്ത് വെക്കുമെന്ന് പേടിച്ചിട്ട് തോർത്ത് വായി തിരികെ കരഞ്ഞിട്ട് അറിയിക്കാതിരിക്കാൻ സോപ്പിട്ട് മുഖം കഴുകി ഇറങ്ങി വരുമ്പോൾ, കുഞ്ഞെ ഞാനത് കണ്ടിട്ടുണ്ടെന്ന്. ആര് കണ്ടു? ആരും അറിഞ്ഞില്ല. പക്ഷെ അവൻ അറിഞ്ഞു. എന്തുകൊണ്ട് അവൻ അറിയാൻ കഴിയുന്നത്? അവൻ തകർക്കപ്പെട്ടവനായതുകൊണ്ട് ആര് നിലവിളിച്ചാലും അവൻ അറിയാൻ കഴിയും. ഇന്ന് രാത്രി നിന്റെ ഞരക്കം അറിയുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. ദേശമേ അറിയുക, അവൻ ഞരക്കം അറിയുന്ന ദൈവം അവിടുന്ന് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും കരമുയർത്തി ആ ദൈവത്തെ ഒന്ന് തൊട്ടാട്ടെ, വിശ്വാസത്തോടെ കരമുയർത്തി. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനിടമില്ല. 33 കൊല്ലം യോസഫിനെ തകർത്തു. എന്തിനാണെന്നറിയാമോ? എൻ്റെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കും. അബ്രഹാമിനെ തകർത്തു. അവൻ ഇഷ്ടപ്പെട്ടവരെയൊക്കെ അവൻ തകർക്കും. കാരണം അവനും തകർന്നതാ. അതുകൊണ്ടാണ് ഇന്നും പിതാവിൻ്റെ ഇഷ്ടം അവൻ്റെ കയ്യാൽ ചെയ്ത് സന്തതിയെ കണ്ട് തൃപ്തി പ്രാപിക്കും. കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്